നമ്മുടെ പിതാക്കന്മാർ അവന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞ് ഹൃദയം കൊണ്ട് മിസ്രയീമിലേക്ക് വെന്തിരിഞ്ഞു. അപ്പം ശരീരം കൊണ്ട് ഈ കൂടിവരവിലുണ്ട്, പാട്ടൊക്കെ പാടുന്നുണ്ട്, സിയോൻ സഞ്ചാരി ഞാൻ, പക്ഷെ ഹൃദയം കൊണ്ട് ഇപ്പോഴും മിസ്രയീമില്ല. ചേർന്ന് പാടാന്ന് പറയുമ്പോ എല്ലാവരും ചേർന്നൊക്കെ പാടുന്നുണ്ട്, പക്ഷെ സ്തോത്രം ചെയ്യാന്ന് പറയുമ്പം ഒന്നെങ്കിൽ സ്തോത്രം ഇല്ല ഹല്ലേലൂയ എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഹൃദയം കൊണ്ട് ഇപ്പോഴും. സൺഡേ ഇവിടെ വന്ന് കുത്തിയിരിക്കുന്നുണ്ട്, പക്ഷെ ഹൃദയം കൊണ്ട് മിണ്ടുന്നില്ല. ഈ ഞങ്ങളുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, ഇവിടെ ഉണ്ടോന്ന് അറിയത്തില്ല, അത് ചീത്തയാന്ന് ഞങ്ങൾ ക്ഷമിച്ചേക്കണം. പഴഞ്ചൊല്ലിങ്ങനെ, ഉള്ളത് പറയുമ്പോ കള്ളിക്ക് തുള്ളലാന്ന്. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല, കേട്ടിട്ടില്ല ഇല്ലയോ? ഉണ്ട്, എന്നാ കുഴപ്പമില്ല. ഉള്ള കാര്യമല്ലേ ഈ വായിച്ചു കേൾപ്പിച്ചേ. ഞാനാണെ വേറെ പുസ്തകം നോക്കുന്നേ ഇല്ല, നിങ്ങളെ കൊണ്ട് തന്നെ വായിപ്പിക്കുന്നത്. കാരണം ഞാൻ നോക്കിയാൽ നിങ്ങൾ പറയുന്നത് ഞാനെങ്ങാനും പ്രത്യേകം കുറിച്ച് വെച്ചതാണോ, അതിനാ നിങ്ങളെ കൊണ്ട് തന്നെ വായിപ്പിക്കുക. നമ്മുടെ പിതാക്കന്മാർ അവന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവനെ വായിരുമോനെ നന്നായിട്ട് അവനെ തെള്ളിക്കളഞ്ഞ് ഹൃദയം കൊണ്ട് അല്ല, ശരീരം ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ. ഈ കൂട്ടത്തിനകത്ത് കൂട്ടത്തിൽ പാട്ടും വെള്ളത്തിൽ പൂട്ടും ഈ ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ വരുന്നേ ഉള്ളൂ, പക്ഷെ ഹൃദയം കൊണ്ട് ഇപ്പോഴും മിസ്രയീമില്ല. ഹൃദയം കൊണ്ട് മിസ്രയീമിലാന്നുള്ള തെളിവ് തരാം. ചെങ്കടൽ തീരത്ത് വന്നപ്പോൾ ഇവര് ഏകകണ്ഠമായിട്ട് പറഞ്ഞു, അവിടെ ശവക്കോട്ടയില്ലായിട്ടാണോ ഞങ്ങളെ. അപ്പം ശവോടക്കം എന്നുള്ള ഒരു വിഷയമാണ്. അവിടെ ശവക്കോട്ട, നല്ല ശവക്കോട്ട, വലിയ പിരമിഡും ഒക്കെ അല്ലേ അവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പറവോനെയൊക്കെ അടക്കുന്നതൊക്കെ ഭയങ്കര കേമപ്പെട്ട അടക്കമാണ്. ഈ വലിയ ആഘോഷവും വലിയ പരിവാരവും ഇതെല്ലാം മിസ്രയീമിലെ അടക്കമാണ്. യാക്കോബ് മരിച്ചു, യാക്കോബിനെ അടക്കാനായിട്ട് മക്ബേലയിലോട്ട് കൊണ്ടുപോവുക. എത്ര ദിവസം സുഗന്ധവർഗം ഇട്ട് അത് ക്രമപ്പെടുത്തി, പിന്നെ അടക്കത്തിന്റെ അന്നേ ദിവസം ഇവിടുന്ന് ഡെഡ് ബോഡി എടുത്തപ്പോ തന്നെ ഭയങ്കര ആഘോഷമാണ്. ഇങ്ങനെ വായിക്കുന്ന മിസ്രയീമിലെ കോവിൽ അധികാരികൾ വരെ വന്നു, സകല ഓഫീസേഴ്സും വന്നു. കാരണം യോസേഫ് മകനാ. പാട്ടുകാര്, ഊത്തുകാര്, ആട്ടക്കാര്, വാശിക്ക് കരയുന്നവര്, കാശ് കൊടുത്ത് കരയുന്ന ആൾക്കാര്, എല്ലാവരും ഭയങ്കര ബഹളം, വലിയ വിലാപയാത്ര. ആ വിലാപയാത്ര ഇങ്ങനെ വന്ന് ഹേരൻ കപ്പൂക്കിൽ വന്നപ്പോൾ അവിടുത്തുകാര് പറഞ്ഞു, നോക്കിയിട്ട് പറഞ്ഞു, ഇത് മിസ്രയീമിനുടെ വിലാപയാത്ര പോലെ അത്രയ്ക്ക് കേമമാണ്, വലിയ കേമപ്പെട്ട. അപ്പൊ ഈ അകത്ത് ഇതെല്ലാം ഇരിക്കുക, ഏതാ ഭയങ്കര അടക്കം. ചെങ്കട തീരത്ത് വന്നപ്പം മുൻപ് ചെങ്കടലും ഇവിടെ പർവ്വതവും ചെകുത്താൻ പുറകെ പിടിക്കാനും വരുന്നു. അപ്പൊ മനസ്സിലായി നല്ലൊരു അടക്കം ഒന്നും കിട്ടുകയില്ല. അപ്പൊ ഈ അകത്ത് മിശ്രയും ഇരിക്കുന്നതുകൊണ്ട് പറഞ്ഞു, അവിടെ ആരുന്നേ നല്ല പിന്നെ മെത്രാനും ജമ്മാച്ചനും അച്ഛനും കൊച്ചച്ഛനും കശീശായും പിന്നെ എന്തോ ആട്ടുന്ന എന്തുവാ പൂവക്കുറ്റിയും ഉന്തിരം ഇടയ്ക്കൊരു വിറപ്പിച്ചൊരു പിടുത്തമൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ വിറപ്പിച്ച അത്ര ഒക്കത്തില്ല, എന്നല്ലേ വിറപ്പിക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. അതങ്ങായിരിക്കും ഇങ്ങനൊരു പിടുത്തമുണ്ട്. കണ്ടിട്ടില്ലല്ലയോ? പിന്നെ നിന്നങ്ങ് ചൊല്ലുകല്ലേ, കപ്പയാർ കൂടെ പുസ്തകം എടുത്തു കൊടുക്കുക, ഓരോന്ന് ചൊല്ലി ഈ വലിയ പുള്ളി മരിക്കുകയെന്ന് കണ്ടമാനം ചൊല്ലും. കാശും ഇടവകയിലെ മെയിൻ ആളും കാശ് കൊണ്ട്, പുത്തനും കൊണ്ട്, ചുറ്റുപാടും കൊണ്ട്, എല്ലാം മെയിൻ ആൾക്കാരെല്ലാം നിന്നങ്ങ് ചൊല്ലുക. പണ്ട് മത്തായി കപ്പിയാര്, മത്തായിയുടെ അമ്മയും മരിച്ചു, സഭയിലെ ഇടവകയിലെ വലിയ വീട്ടിലെ കൊച്ചമ്മയും മരിച്ചു. വലിയ വീട്ടിലെ കൊച്ചമ്മ മരിച്ചപ്പോൾ മെത്രാൻ വരെ വന്നങ്ങ് ചൊല്ലി, നിന്നങ്ങ് ചൊല്ലുക. അതിന് കപ്പിയാർ അതിന് പുസ്തകം എടുത്തു കൊടുക്കും. ഇതെല്ലാം ചൊല്ലി തീർക്കുക, കാരണം നേരെ എടുത്താൽ ചൊല്ലി തീർക്കുക. ആ പാക്കുടയിലെ വരെ കൊടുത്തു, അതും ചൊല്ലി തീർത്തു.
മണിക്കൂറുകൾ ഒത്തിരി എടുത്ത്. പിന്നെ ചൊല്ലി തീർത്തെല്ലാം കഴിഞ്ഞു. കപ്പിയാർ ഇതിലെല്ലാം സഹകരിച്ചു. കുറച്ചു നാൾ കഴിഞ്ഞപ്പം കപ്പിയാരുടെ അമ്മ ഏലിക്കുട്ടി ചത്തു. അപ്പം മെത്രാനും ഇല്ല, ചമ്മാച്ചനും ഇല്ല, ബിഷപ്പ് ആരുമില്ല. അവിടുത്തെ അച്ഛൻ തന്നെ അങ്ങ് അടക്കി. ഒത്തിരി ഒന്നും ചൊല്ലിയില്ല. പുസ്തകത്തിലെ 3-4 വരിയൊക്കെ ചൊല്ലിയുള്ളൂ. കപ്പിയാരൊന്നും മിണ്ടിയില്ല. അടക്കിയേച്ച് തിരിച്ചു വന്ന് പള്ളിമേടെ വന്നപ്പം അച്ഛൻ കട്ടിലേ കിടക്കുക, കപ്പിയാർ താഴെ കിടക്കുക. അപ്പം താഴെ കിടന്ന് കഞ്ഞൂടി കഴിഞ്ഞ് താഴെ കിടന്നപ്പോ കപ്പിയാർ കൊടുങ്കൈ കുത്തിക്കൊണ്ട് അച്ഛനോട് ചോദിച്ചു, എന്നാലും എന്റെ അച്ഛോ, ഞങ്ങളോട് ഈ ചതിവ് വേണ്ടായിരുന്നു. അപ്പൊ ചോദിച്ചു, എന്തുവാടാ തായി? അല്ല, വലിയ വീട്ടിലെ കൊച്ചമ്മ വരിച്ചപ്പം നിന്ന് ചൊല്ലിയല്ലോ ഇഷ്ടം പോലെ, പാമ്പാക്കുടയിലെ വരെ ചൊല്ലി. ഞാനാ എടുത്ത് വന്നത്, എല്ലാം ചൊല്ലി. എന്റെ അമ്മ ഏലിക്കുട്ടി മരിച്ചിട്ട് അധികം ചൊല്ലിയില്ല, ചൊല്ലാനും ആളില്ലായിരുന്നു. അപ്പൊ അച്ഛന് മനസ്സിലായി ഇവനെ ഇച്ചിരി. അപ്പൊ അച്ഛൻ അവിടെ കന്ന്, എടാ ഒട്ടമ്മത്തായി, വലിയ വീട്ടിലെ തള്ളയെ പോലെ ആന്നോടാ നിന്റെ അമ്മ ഏലിക്കുട്ടി. നിന്റെ അമ്മ ഏലിക്കുട്ടി വളരെ നിഷ്കളങ്കയും മഹാമനസ്കതയും ദയയും അലിവുള്ള നല്ല വിശുദ്ധയായ ഒരു അമ്മയല്ലേ ഏലിക്കുട്ടി കൊച്ചമ്മ. അതുപോലെ ആന്നോടാ ആ പന്ന തള്ള. എടാ, ഇത്രയും ഞങ്ങൾ നിന്ന് കയ്യറത്താ ഉപ്പാക്കാ തള്ളയാ. ഇത്രയും ചൊല്ലിയിട്ട് മെത്രാൻ പറഞ്ഞേച്ച് പോയിട്ടുണ്ടോ എന്ന് സംശയമുണ്ടെന്ന്. ഇവിടുത്തെ തള്ള മേളിലോട്ട് ഇതെല്ലാം ചൊല്ലിച്ച് മെത്രാൻ പോകാൻ നേരത്ത് പറഞ്ഞു, പോയിട്ടുണ്ടോന്ന് ഇപ്പോഴും. അതുപോലെ അന്നൂടെ നിന്റെ അമ്മ ഒന്നും ചൊല്ലണ്ട, തന്നെ പൊക്കോളും. ഓ അങ്ങനെ അല്ലയോ, നീ കിടന്നുറങ്ങാൻ പറഞ്ഞു. അല്ല, മിക്കയിടത്തും ഇങ്ങനെയൊക്കെ തന്നെ. ഇത് തന്നെ മിക്കയിടത്തും. വലിയ അടക്കം, വലിയ ആഘോഷം. ഞാൻ മരണ വീടുകളിലൊക്കെ അവിടെയൊക്കെ മിക്ക ദിവസവും മരണ വീടുകളിൽ പോകും. തന്തയ്ക്കും തള്ളയ്ക്കും വെള്ളം കൊടുക്കാത്തവനെല്ലാം ഇരുന്ന് മോങ്ങുന്ന കാണാം. ഒത്തിരി എണ്ണത്തിന് എനിക്കറിയാം. ജീവിച്ചിരിക്കുമ്പോ തന്തയ്ക്കും തള്ളയ്ക്കും വെള്ളം കൊടുക്കാത്തവനെല്ലാം വീഡിയോയുടെ മുന്നിൽ ഇരുന്നു. എനിക്ക് പിന്നെ ചിലരെ അറിയാവുന്നുണ്ട്, എന്നെ കാണുമ്പോൾ മോങ്ങലങ്ങ് നിർത്തും. അല്ല, ഞാൻ അന്നേരം പറഞ്ഞു, എന്തിനാണ് ഇപ്പം മോങ്ങുന്നെന്ന് ചോദിക്കും. അന്നേരം ഞാൻ ചോദിക്കും, ചോദിക്കുകയും ചെയ്യും. ജീവിച്ചിരിക്കുമ്പോ നാടി അരി കൊടുക്കുകയല്ല, കൊടുത്താൽ കഞ്ഞി വെച്ച് കുടിക്കുകയല്ലേ? കുടിക്കും. മുളകുടച്ചത് എന്തെങ്കിലും പ്ലാവല കോരി കുടിച്ചോളും, ചൂട് കഞ്ഞി. ജീവിച്ചിരിക്കുമ്പോ ഉരി അരിക്ക് പോലും ഉപകാരമില്ലാത്ത നീയെ ചത്ത് കഴിയുമ്പോ എന്തെല്ലാം മേളമാ. സെമിത്തേരി ഫുഡ് കൊടുക്കുന്ന കവറിനകത്ത് ഒരു പഴവും പപ്സും വട. ഈ ഒരു വട തള്ളക്ക് കൊടുക്കുകയായിരുന്നെങ്കിൽ അവർ 2 കൊല്ലം കൂടെ അങ്ങനെ നാട്ടുകാർക്കെല്ലാം വട കൊടുക്കുന്നു. ഇവനെ പിടിച്ച് 2 എണ്ണം മലത്തിൽ കിടത്തിച്ച് വടയെല്ലാം കൂടി ഇവന്റെ വായിക്കകത്ത് കൂത്തുക കേട്ടാൻ പിന്നെ ശരിയാകും. ഇതൊക്കെയാ ചെയ്യേണ്ടത്. നമുക്ക് പിന്നെ പ്രമാണമില്ലല്ലോ. അല്ല, നിങ്ങൾ ന്യായമാണെന്നേ പറഞ്ഞാൽ മതി. അതോ നിങ്ങളും അങ്ങനെയുള്ളവന്റെ ജീവിച്ചിരിക്കുമ്പോ അപ്പനും അമ്മയ്ക്കും ഒരു തോർത്ത് കൊണ്ട് കൊടുക്ക. അമ്മയാണെങ്കിൽ മാറി മറയ്ക്കുവോ, അപ്പനാണെങ്കിൽ തോളത്തെടുക്കോ, തലയെ കൊടുത്ത് രീതി അനുസരിച്ച്. ജീവിച്ചിരിക്കുമ്പോ ഒരു തൂവാലയ്ക്ക് പോലും ഉപകാരമില്ലാത്ത നീയെ ചത്ത് കഴിയുമ്പം തുണി ഉണ്ടാവും വാശിക്കാം. അത് പിന്നെ അപ്പച്ചന്റെ ലാസ്റ്റ് എടുക്കുമ്പോ ഞാനിട്ട തുണി വേണം മേളിലിടാം. അതെന്റെ ഭാര്യ സിസിലി UK എന്ന് കൊണ്ടുവന്നതാ. ശോശപ്പ കുരിശ് എന്നതിനാ? മനസ്സിലാകുന്നുണ്ടോ? ഈയോടെ ഒരു അമ്മ എന്നോട് പറഞ്ഞു, ഈ കൊച്ചുങ്ങൾ ആരും ഒരു തുണി ഇടുമെന്ന് എനിക്ക് വലിയ വിശ്വാസം ഇല്ല, അത് ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, പാസ്റ്റെങ്ങാനും വരികയാണെങ്കിൽ അത് എടുത്തോണമെന്ന് പറഞ്ഞു. എടുത്തിടണമെന്ന്. ഒന്നും ദൈവത്തിന് മഹത്വം. ജീവിച്ചിരിക്കുമ്പോ ചെയ്യേണ്ടതെല്ലാം ചെയ്യണം. മരിച്ചു കഴിഞ്ഞ് ഇതൊന്നും ചെയ്തിട്ട് ഏക്കുകയല്ല. അപ്പൊ നമ്മുടെ വിഷയത്തിൽ വരാം. അപ്പം യാക്കോബിനെ അടക്കാൻ കൊണ്ടുപോയപ്പോൾ ദേശവാസികള് ഒക്കെ പറഞ്ഞത് മിസ്രയീമിന്റെ വിലാപയാത്ര പോലിരിക്കുന്നല്ലോ, ഭയങ്കര കേമമാണ്. അപ്പൊ മിസ്രയീമിലെ അടക്കമാ വലിയ ബഹളം, ആളും പേരും ബഹളവും ഒക്കെ ആയിട്ട് ഭയങ്കര അടക്കമാ. ഇവരത് കണ്ടേച്ച് പറയാ,
മിസ്രൈമിൽ ശവക്കുഴിയിലായിട്ടാണോ ഇങ്ങോട്ട്? അപ്പം ഈ മിസ്രൈമിലെ അടക്കം, ആരാധന, ഇതെല്ലാം അകത്തിരിക്കുക. ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്നാലും ചിലര് പറയുന്ന കേട്ടില്ലയോ, സെമിത്തേരി ഉണ്ട്. എവിടാ സെമിത്തേരി? എങ്ങനെ? ശരിക്കും മാനസാന്തരപ്പെട്ടതല്ല. ശരിക്കും മാനസാന്തരപ്പെട്ടവരാണെങ്കിൽ അവർ പറയട്ടെ, എനിക്ക് സെമിത്തേരി ഒന്നും വിഷയമല്ല, ഞാൻ മരിച്ചാൽ ആണ്ട് 5 സെന്റ് സ്ഥലമുണ്ട്, 10 സെന്റ് സ്ഥലമുണ്ട്, അവിടോട്ടൊരു കുഴി എടുത്ത് അടക്കണം. അങ്ങനെ എത്ര വിശുദ്ധന്മാർ. സെമിത്തേരിയുടെ വിഷയം പറഞ്ഞ് കൂട്ടായ്മ മുടക്കുമ്പോൾ ഓർത്തോണം, ആള് ക്ലിയർ അല്ല. ആളിപ്പോഴും മിസ്രൈമില്ല. ചിലര് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ പേടിപ്പിക്കും. ഞങ്ങളുടെ കല്ലറ ഇപ്പോഴും അവിടെ. നാളൊരുത്തനോട് പറഞ്ഞു വന്നാ പിന്നെ ഇപ്പൊ അങ്ങ് പോകുന്ന നല്ലതെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ ഇരുന്ന് മെനക്കെടാതെ. ഈ തീരദേശത്ത് അങ്ങ് എറണാകുളത്തിനടുത്ത് വൈപ്പിൻകരയിലെ ഒരപ്പച്ചനുണ്ടായിരുന്നു, പാപ്പു അപ്പച്ചന്. 10-60 വർഷം മുമ്പ് അദ്ദേഹം ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന. അന്ന് ആ ദേശത്ത് ഒരു ബന്ധുക്കോസുകാരുമില്ല. ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നു. മുഴുവൻ കത്തോലിക്കരാണ്. അതും ഭയങ്കര സ്ട്രോങ് ആണ്. അദ്ദേഹം അന്ന് ആരാധനയ്ക്ക് പോകുന്നത് അങ്ങ് വടക്കംപറവൂരിൽ ഒരു ചെറിയ കൂട്ടമുണ്ട്, അവിടെ കണ്ട. അപ്പൊ ഈ അപ്പച്ചൻ വിശ്വാസത്തിൽ വന്ന് ആ സമയത്ത് അമ്മച്ചി മരിച്ചു. അവിടെ എങ്ങും അടക്കാൻ സമ്മതിക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഈ പ്രിയ പിതാവ് വിശ്വാസത്തിന് ക്ഷീണിച്ചില്ല. ഈ ഡെഡ് ബോഡി തന്നെ എടുത്ത് കടപ്പുറത്ത് കൊണ്ടുപോയി തന്നെ മണ്ണ് മാന്തി ഈ അമ്മച്ചിയെ അടക്കി. പ്രാർത്ഥിക്കാൻ ആരുമില്ല, പാട്ട് പാടാൻ ആരുമില്ല, ഒറ്റ വിശ്വാസികളില്ല. സഭ മുഴുവൻ ഒന്നടങ്കം പറഞ്ഞു ഒരെണ്ണം പോയേക്കായിരുന്നു, ആരുമില്ല. തന്നെ ഇത് കഥയൊന്നുമല്ല കേട്ടോ. നിങ്ങളിപ്പോ ചിന്തിക്കുക, അയ്യോ നല്ല കഥയാണ്. കഥയല്ല, അനുഭവമാണ് പറഞ്ഞു. പൊക്കിയെടുത്ത് കൊണ്ടുപോയി മണ്ണ് മാന്തി പുള്ളി തന്നെ അടക്കി, പുള്ളി തന്നെ പ്രാർത്ഥിച്ചു വെച്ചിരിക്കണം. എന്നിട്ട് ഈ വിശ്വാസത്തിൽ നിന്ന് പതറിയില്ല. അതുകൊണ്ട് നിങ്ങളിപ്പോ ആ വൈപ്പിൻകര, പുതുവൈപ്പ്, നായരമ്പലം, ഇളകുന്നപ്പുഴ ആ സ്ഥലത്തോട്ട് തന്നെ 100 കണക്കിന് വിശ്വാസികളാണ്. ഈ അപ്പച്ചനല്ല സ്റ്റേണായിട്ട് നിന്ന് മക്കളെല്ലാം രക്ഷപ്പെട്ടു കേട്ടോ. എല്ലാ നിലയിലും ദൈവം അവരെ ഉയർത്തി. ഇപ്പൊ ഒന്ന് ചെന്ന എന്ത് വിശ്വാസികളാ അവിടെ. സ്തോത്രം. ഞാൻ ദൃഷ്ടാന്തമായിട്ട് ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ ഓരോ ദേശത്തും. പുത്തൻകുരിശി യാക്കോച്ചൻ എന്ന് പറയുന്നൊരു കർത്തൃദാസനുണ്ട്, മരിച്ചുപോയി. കോലഞ്ചേരിക്കപ്പുറം പുത്തൻകുരിശ്, എറണാകുളം. അവര് നിരണംകാരാ. വീട്ടുപേര് കണ്ടങ്കേരി എന്നാ, കണ്ടങ്കേരി. ആ പിതാക്കന്മാരെല്ലാം അന്നത്തെ കാലത്ത് അവർ പഴയ വിയോജിതക്കാരാ. സൈമൺ സാറിന്റെ കാലത്തുള്ള വിയോജിതക്കാരാ. നിരണം പള്ളി വളരെ ചരിത്ര പ്രസിദ്ധമാണ്. ആ ദേശത്ത് നിന്ന് അന്നത്തെ കാലത്ത് ഒറ്റയ്ക്ക് ഇറങ്ങി. കണ്ടങ്കേരിലെ ഉമ്മച്ചായനെ, ജോഷുവാച്ചായനെ, അവരെല്ലാം അന്നത്തെ കാലത്ത് വളരെ ധീരതയോടെ അവരുടെ അപ്പച്ചനൊക്കെ വളരെ. അപ്പൊ ഈ പുത്തൻകുരിശി യാക്കോച്ചായന്റെ പെങ്ങളാന്ന് തോന്നുന്നു, മരിച്ചു. അവിടെ ഒന്നും അടക്കിയില്ല. അവര് മാത്രം ഈ കെട്ടുവെള്ളത്തിനകത്ത് ഡെഡ് ബോഡി വെച്ച് വേറെ കൈനകരിലെങ്ങാണ്ട് കൊണ്ടുവന്ന് ചിറയിലാണ് അടക്കിയത്. എന്നിട്ടും ഈ വിശ്വാസത്തിന് വേണ്ടി നിന്നു. ഒരു ദൃഷ്ടാന്തം കൊണ്ട് പറയാം. ഞങ്ങളുടെ നാട്ടിലെ കാവാലത്ത്, എൻ്റെ വീട് കാവാലത്താണ്, ഒരു കുടുംബം ഉണ്ടായിരുന്നു. അവര് കനാനായ സമുദായത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവരാ. പഴയ കൈത്തറയിലെ മാച്ചൻകുഞ്ചാനും തങ്കമ്മാമിയും മക്കളും. സാക്ഷ്യമെല്ലാം പറയുന്നില്ല. ഇതുപോലെ തന്നെ ഈ അച്ചായൻ മരിച്ചു. ഇവരെല്ലാം കനാനക്കാരാ. മാച്ചൻകുഞ്ചായൻ മരിച്ചു കഴിഞ്ഞപ്പം ഡെഡ് ബോഡി വീട്ടിൽ വെച്ചിരിക്കുക. സമുദായക്കാരെല്ലാരും ഇളകി. പെന്തിക്കോസുകാരെ ആരെ ആ വീട്ടിലോട്ട് കയറ്റത്തില്ല. അധികം പെന്തിക്കോസുകാരിലെ കുറച്ച് പേരേ ഉള്ളൂ. അവരെ കയറ്റത്തുമില്ല, ഇത് അടക്കത്തുമില്ല. അപ്പൊ അവര് വെച്ചിരിക്കുന്ന കണ്ടീഷൻ ഇതാണ്: തങ്കമ്മ കൊച്ചമ്മയും പിള്ളേരും എല്ലാം പള്ളി വന്ന് ഏറ്റ് പറഞ്ഞ് മാപ്പ് അപേക്ഷിക്കണം. പെന്തിക്കോസിൽ പോയത് തെറ്റിപ്പോയി, അബദ്ധം പറ്റി, തെറ്റി, ക്ഷമിച്ച് ഞങ്ങളുടെ അപ്പച്ചനെ പള്ളിയിൽ അടക്കണം. ഇതാ വെച്ച കണ്ടീഷൻ.
പെന്തിക്കോസുകാരെ അങ്ങോട്ട് കയറ്റുകയില്ല, കുറച്ചു പേരേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ മൂത്ത മകള് സൂസമ്മ നല്ല സ്ട്രോങ് ആത്മീയത്തില്. സൂസമ്മ പറഞ്ഞു, ഞങ്ങളെ ഛർദ്ദിച്ചത് ഇനി ഭക്ഷിക്കുകയല്ലെന്ന് പറഞ്ഞു. ഛർദ്ദിച്ചത് ഭക്ഷിക്കത്തില്ല. ആരും പെന്തിക്കോസുകാരധികം ഇല്ല. രാത്രി 2:30 വരെ തർക്കിച്ച് ബാധിച്ചു നിന്ന് വീട്ടുകാരും കുടുംബക്കാരും എല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. കേസ് നടക്കുകയല്ലെന്ന് പറഞ്ഞു. ഛർദ്ദിച്ചത് ഭക്ഷിക്കത്തില്ല, നമ്മൾ ഈ വിശ്വാസത്തിൽ നിൽക്കുമെന്ന് പറഞ്ഞു. അവസാനം അവര് പത്തി അങ്ങ് മടക്കി. എന്നാൽ നിങ്ങൾ എന്തേലും ചെയ്തോളാം. സൂസമ്മ സ്റ്റേണായിരുന്നു, കൊച്ചമ്മ സ്റ്റേണാ. അവർ പറഞ്ഞു, ഇനിയും അവിടെ അങ്ങ് സെമിത്തേരി ഇല്ല പെന്തിക്കോസുകാർക്ക്, പിന്നെ അങ്ങ് പരുത്തുംപാറയ്ക്കപ്പുറം പോകണം. ഇന്നത്തെ പോലെ മൊബൈൽ മോർച്ചറി സംവിധാനമില്ല. ഡെഡ് ബോഡി വീട്ടിൽ ഇരിക്കുക സന്ധ്യ മുതല്. ഞങ്ങളുടെ മരിച്ചതാ, പിന്നെ ഒക്കുവോ? സൂസമ്മ പറഞ്ഞു, വിശ്വാസം വിട്ടൊരു പരിപാടിയിൽ ഒരു കാര്യം ചെയ്യുക, വീടിന്റെ തെക്കുപുറത്തോട്ട് കുഴിയെടുക്കാൻ പറഞ്ഞു. രാത്രി 2:45 കഴിഞ്ഞപ്പോ കുഴി വെട്ടി. അത് കഴിഞ്ഞ് നമ്മുടെ പാസ്റ്റർമാരോട് വിളിച്ച് പറഞ്ഞു, നിങ്ങൾ വരാൻ പറഞ്ഞു. ചെന്ന് പ്രാർത്ഥിച്ച് അവിടെ അടക്കിയത്. അവിടെ അടക്കി. അങ്ങനെ വിശ്വാസത്തിന് വേണ്ടി നിന്ന ധാരാളം പേരുണ്ട്. നമ്മൾ ചിലരോട് ചോദിക്കുമ്പോൾ സെമിത്തേരി ഉണ്ട്, ഗുണം പിടിച്ചതല്ല ഇതൊന്നും. കല്ലറയുടെ കാര്യമോ സെമിത്തേരിയുടെ കാര്യമോ ചോദിക്കുമ്പോൾ ഓർത്തണം, ഇത് ഗുണം വന്ന കേസൊന്നും അല്ല. കേൾക്കുമ്പോഴേ അറിയാം. ആ പരിവമുള്ള ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ദൈവത്തിന് മഹത്വം. എവിടെ അടക്കുന്നു, ആരടക്കുന്നു എന്നുള്ളതല്ല വിഷയം. കാകളം നനയ്ക്കുമ്പോൾ നീ ഉയർക്കുവോ എന്നുള്ളതാ വിഷയം. അപ്പോൾ ശരീരം കൊണ്ട് മിശ്രയും വിട്ടെങ്കിൽ ഹൃദയം കൊണ്ട് ഇപ്പോഴും മിശ്രയുമില്ല. അപ്പൊ കല്ലറ, സെമിത്തേരി അല്ലെങ്കിൽ കല്ലറ, അടക്കം, ഇതൊക്കെ പറഞ്ഞ് ഓട്ടക്കൊണ്ടാക്കുമ്പോൾ ഓർത്തണം, അകത്തിപ്പോഴും മിശ്രയും ഇരിക്കുക. 2 മിശ്രയിമിനാന്ന് തെളിയിക്കുക. 1 അടക്കം, 2 ഇരിപ്പ് ശരിയല്ല. മുമ്പേ വായിച്ച വാക്യമാ 16:2 പുറപ്പാട്. അതാ, ഞങ്ങൾ ഇറച്ചിക്കല്ലത്തിന്റെ അടുക്കൽ ഇരിക്കുക. ഇപ്പോഴും മിശ്രയിമില്ല, അകത്ത് മിശ്രയിമാ. ഞങ്ങൾ അവിടെ ഇറച്ചിക്കലത്തിന്റെ ഇരിപ്പ് ശരിയല്ല. ഈ ആരാധനയ്ക്കാണെങ്കിലും സഭായത്തിനാണെങ്കിലും വന്ന് ഇരിക്കുന്ന കാണുമ്പോൾ അറിയാം ആളെങ്ങനെ ഉണ്ടെന്ന്. ഇതിനോട് വലിയ താല്പര്യം ഉള്ള ആളാണെന്ന് ഇരിപ്പ് കാണുമ്പോൾ അറിയാം. ഇവിടുത്തെ രീതി അറിയത്തില്ല. നാട്ടിലൊക്കെ ഇപ്പോഴല്ല പണ്ട് കല്യാണമൊക്കെ നടക്കുമ്പോൾ വീട്ടിൽ അസാധ്യ. ഇപ്പോഴല്ലേ ഷട്ടർ കല്യാണമൊക്കെ വന്നേ. അന്ന് വീട്ടിൽ വലിയ പന്തലും ഒക്കെ വീട്ടിൽ തന്നെ. അപ്പം ട്യൂഷനില് വെട്ടിയിട്ട അന്നൊക്കെ ഭക്ഷണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല. ആ പന്തിക്ക് അങ്ങോട്ട് ഇരിക്കുമ്പോ പണ്ടൊക്കെ നിലത്തായിരിക്കുന്നത്, പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഡെസ്കും കസേരയൊക്കെ ആയി. എങ്ങനെ ആയിക്കോട്ടെ, ആ ഇലയൊക്കെ ഇടുമ്പോ തന്നെ ഈ താല്പര്യമുള്ളവരെ കാണുമ്പോൾ അറിയാം, ഇരിപ്പ് കാണുമ്പോൾ അറിയാം. ഇല ഇട്ട് വരുമ്പോഴേ ഇങ്ങനെ നോക്കും ഇല. അപ്പൊ ഇല ഇട്ട ഉടനെ നോക്കും, നമ്മുടെ ഇല ചെറുതാണോ, കീറിയതുണ്ടോ, എന്തെങ്കിലും അപാകതയുണ്ടോ, മറ്റവന്റെ ഇല നോക്കും, അവന്റെ ഇല ഇങ്ങോട്ട് കീറിയിരിക്കാൻ മടക്കി വെക്കാൻ പറയും. നമ്മളൊന്ന് മടക്കി വെച്ച് ശ്രദ്ധിച്ചിട്ടില്ലേ? താല്പര്യം ഉണ്ട്, അതുകൊണ്ടാണ്. എന്നിട്ട് ഇങ്ങനെ രാമൻകാക്ക നോക്കുമ്പോഴാണ് നോക്കുന്നത്, കൂട്ടാനതിലെ എവിടുന്ന്, ഉപ്പതിലെ എവിടുന്ന്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവ ആദ്യം ഉപ്പ് വിളമ്പ് ഒന്ന് നോക്കി, പിന്നെ തൊടുകറികൾ അതെല്ലാം അതിന്റെ ഓർഡറില് എല്ലാം ഇങ്ങനെ. ചോറ് കൊണ്ടുവരുമ്പം ആ ഇലയുടെ ഇവിടെ ഒന്ന് പൊക്കി കൊടുക്കും, ഇല്ലേ? നമ്മൾ ഇരിക്കുന്ന ഭാഗം ഒന്ന് പൊക്കി കൊടുക്കുക. എന്നാ ഇടുമ്പോ ചോറ് ഇങ്ങോട്ട് താല്പര്യം ഉള്ളത് കൊണ്ടാണ് പൊക്കി കൊടുക്കും. പിന്നെ എരിശ്ശേരിയോ സാമ്പാറോ ഒക്കെ, സാമ്പാർ ആകുമ്പോൾ ചിലര് ആ ചോറിന്റെ നടുക്ക് ഒരു കുഴി എടുക്കും. ചിലര് വലിയ കുഴിയാണ് എടുക്കുന്നത്, വെട്ടുകുഴി പോലെ കിടക്കുന്നത് കൊണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയത്തില്ല, ഇല്ലേ? ഒരു ചെറിയ കുഴി, അത് ഇച്ചിരിയാ ഒഴിക്കുന്ന, ഇച്ചിരോട് ഒഴിച്ചിട്ട് പോകാൻ പറയും. ചോദിച്ചു മേടിക്കും. കൂട്ടാനൊക്കെ കൊണ്ടുവരുമ്പോ ചോദിച്ചാ മേടിക്കുന്നത്. ഇച്ചിരി താമസിച്ചാൽ ചിലരുടെ രോക്ഷമൊക്കെ അന്നേരം കാണാം. കുറ്റമല്ല,
സദ്യ ഉണ്ണാനും കൂടെ ആണല്ലോ വിളിച്ചേക്കുന്നത്, കഴിക്കുകയും ചെയ്യണം. അതിനാണല്ലോ ഇതെല്ലാം, ഈ വിഭവങ്ങളെല്ലാം ക്രമീകരിച്ചത്. അപ്പം താല്പര്യമുള്ളവരെ കണ്ടാൽ അറിയാം. ഇലയിടുമ്പം ഒരു താല്പര്യമില്ലാണ്, ഉപ്പ് വിളമ്പുമ്പോഴും കൂട്ടാൻ വിളമ്പ് ശ്രദ്ധിക്കത്തേ ഇല്ല. അങ്ങനെ ആരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തേലും ഒരു സാധനം ഈ ഇലയെ വിളമ്പാതെ പോയാൽ അവനെ വെച്ചേക്കുവോ? ഉദാഹരണം, മീൻ കഷണം നമ്മുടെ ഇലയെ വിളമ്പിയില്ല, അപ്പുറത്തെ ഇലയില്ല, അവന് എന്നായിരിക്കും നമ്മള്? നീ അങ്ങോട്ട് നോക്കിയാടാ, അറിയാമല്ലേ, പ്രശ്നം ഉണ്ടാക്കും. ആട്ടെ, ഇത് തന്നെ ആത്മീക വിഷയത്തിൽ ഇരിപ്പ് കാണുമ്പോൾ അറിയാൻ താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്ന്. താല്പര്യം ഉണ്ടോ ഇല്ലെന്ന് ഇരിപ്പ് കാണാം. അപ്പൊ ഇവരിയ്ക്കുന്നത് ഇറച്ചിക്കലത്തിന്റെ അടുക്കല, അങ്ങനെ വായിക്കുന്നത്. ഒന്നുകൂടെ വായിച്ചേ. ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കലിരിക്കുകയും ആ ആ ആ അപ്പൊ അകത്ത് മിശ്രയും ഇരിക്കുക. അതുകൊണ്ടാണ് ഇതല്ലേ ഈ പൊങ്ങി വരുന്നേ. ഇരിപ്പ് ശരിയല്ല, ഇരിപ്പ് ശരിയല്ല. രണ്ടുപേരിരുന്നതിനായ ഇരുന്നതിനെ പറ്റി വേറെ പുസ്തകത്തിലുണ്ട്. ഒന്ന് അബ്രഹാമും രണ്ട് ലോത്തും, രണ്ടുപേരും ഇരിക്കുക. അബ്രഹാം എവിടാ ഇരുന്നേ? കൂടാരവാതുക്കൽ, ലോത്തോ പട്ടണവാതുക്കൽ. അബ്രഹാം കൂടാരവാതുക്കൽ ഇരുന്ന് എന്നാ എടുക്കുകയായിരുന്നു? പ്രാർത്ഥിക്കുക. അബ്രഹാം കൂടാരവാതുക്കൽ നിന്ന് എന്തോ എടുക്കുകയായിരുന്നെന്ന്? ഇരുന്നോണ്ട് എന്നാ എടുക്കുകയായിരുന്നു? അതാ ചോദിച്ചില്ല. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യം വായിച്ചു. വാറ്റത്തിന് കൂട്ടവകാശികളാകണം ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളെ പാർത്തും കൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും. കൂടാരവാദത്തിൽ അങ്ങനെ ചെയ്യുക, അല്ലാതെ മൊബൈലിൽ കളിച്ച് മിസ് കോളും വിട്ട് മെസ്സേജ് നോക്കി വാട്സപ്പിൽ ചെയ്ത് ചാറ്റ് ചെയ്തിരിക്കുക എല്ലാവരും. അന്നിതൊന്നും ഇല്ലല്ലോ. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുമുള്ള നഗരം കണ്ടുകൊണ്ടിരിക്കുക. വിശ്വാസ കണ്ണാൽ ഏതാ? വെളിപ്പാട് 21. വിശ്വാസത്താൽ മുത്തുമയമായി വിളങ്ങും പട്ടണമാണ് പുത്തൻ യെരൂശലേം. ആമേൻ. മുത്തുമയമായി വിളങ്ങും ആമേൻ. വീതി സ്വച്ഛ സ്ഫടിക തുല്യം തങ്ക നിർമ്മേ. ആ പട്ടണമതിന്റെ വർണ്യമല്ലകോ ഭംഗി വർണ്യമോ. ആമേ. വീതി സ്വച്ഛ സ്ഫടിക തുല്യം. ഓ ഭംഗി വർണ്യ. ഓ ആമേൻ. അല്പകാലം നിത്യമാം വീട്. അപ്പൊ ശ്രദ്ധിക്കുക, അബ്രഹാം കൂടാരങ്ങൾ പാർത്ത് വാറ്റത്ത് തന്നെ കൂട്ടവകാശികളാകുക. ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്ത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരം കണ്ടുകൊണ്ടിരിക്കുക. ലോത്ത് എവിടെ ആയിരിക്കുന്നത്?
എന്നാ എടുക്കുക? ഏ? 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 എന്തോ ഉണ്ടോ? പോകുന്നവരും വരുന്നവരും. ഏ? ആ. ഏ? പുറകുറക്കും. ഏ? എന്താ അവിടെ? ഏ? പത്രോസിന്റെ 2-ാം ലേഖനം 2:6 മുതൽ വായിച്ചേ. സൊദോം ഗൊമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ച് മേലാൽ ഭക്തികെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെക്കുകയും അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അവരുടെ അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തന്റെ നീതികളുടെ മനസ്സ് നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവർത്തികളാൽ പുള്ളിയൊന്നും ചെയ്തില്ല, അവരാ ചെയ്യുന്നത്. പക്ഷെ പുള്ളി ഇതെല്ലാം കാണുകയെടുത്തു. ചിലര് പാപം ചെയ്യുന്നില്ല, പക്ഷെ പാപം ചെയ്യുന്നത് കാണുന്നത് വലിയ അതിഥി ജനകേളനം ചെയ്യുവാനരും പട്ടജതികരമരാഗ്രൻ സാധുവാൻ ശിക്ഷയാൽ അങ്ങനെ സാറ് കൊടുത്തേക്കുന്നത്. ഡെയിലി ഇവരുടെ പാപം കണ്ടും കേട്ടും. സോദോമിലെ ഒരു നല്ല പട്ടണമല്ല, ഇവര് മഹാപാപികളാ. പാപം അങ്ങെത്തി. ഈ അവരെ പറ്റി എഴുതിയിരിക്കുന്നത് ഒരു കവിതയുണ്ട്. അതിങ്ങനെ, ഈ സൈമൺ സാറ് സോതോമിൽ ചെന്ന കവിയാ. അവിടെ ചെന്ന് വലിയ പട്ടണമാ, എന്റെ ചിന്ത ശരിയാന്നൊക്കെ വലിയ വലിയ നഗരമാണ്. അപ്പൊ പുള്ളി രാത്രിയിൽ അതിലേക്കൂടെ ഒന്ന് പോയപ്പോ കണ്ട കാഴ്ച പുള്ളി എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ പുള്ളി പെട്ടെന്ന് ആറന്മുളയ്ക്ക് പോകുന്നു. എനിക്ക് മനസ്സിലായി നിന്നാ പരിവകേടാന്ന്. അപ്പൊ കണ്ട കാഴ്ച ഇങ്ങനെ: ഒരു തെരുവിനിട വഴിയിലൂടെ കടന്ന പോതൊന്നിച്ചു കണ്ടാനൊരുതരം വങ്കരെ. അപ്പൊ ഒരു തെരുവിന്റെ, ഈ ബോംബെയിലും ഡൽഹിയൊക്കെ എന്താ ഗള്ളിയോ എന്തുവാ പറയുന്നത്? ഗലി. അപ്പൊ ഒരു ഗലിയിൽ കൂടെ പുള്ളി പോയി. ഒത്തിരി ഉണ്ട്, ഒരെണ്ണത്തിൽ കൂടെ പുള്ളി പോയി. എന്നാ ഇതെങ്ങനെ ഉണ്ടെന്ന് അറിയാന്നോർത്ത്. ഒരു തെരുവിനിട വഴിയിലൂടെ കടന്ന പോതൊന്നിച്ചു കണ്ടാനൊരുതരം വങ്കരെ. അഹങ്കാരികള്, തണ്ടുതപ്പികള്, ഹുങ്കുള്ളവര്, തലമുടി മിനിക്കിയും ശ്മശ്രു നെറുക്കിയും. തലമുടിയെല്ലാം മിനിക്ക്, വെളുത്തതെല്ലാം കറുപ്പിച്ചൊരു അങ്ങനെ എത്ര സമയം എടുത്താ ജലദിന്ന് റെഡി. മീശയുള്ള ചിലരെ നിങ്ങൾ ശ്രദ്ധിച്ചേ, അവര് യോഗത്തിനിടയിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെച്ചേ. ഇതാ സാറ് കണ്ടത്. ഞാനും കണ്ടു മുമ്പേ. തലമുടി മിനിക്കിയും ശ്മശ്രു നെറുക്കിയും ലളിതതര ശൃംഖലം മധ്യേ മുറുക്കിയും വിലപരുകും ആടയാൽ വിലയേറിയ വസ്ത്രം. ഇതൊക്കെ ഒത്തിരി പറയാനുണ്ട്. ഞങ്ങളുടെ അവിടെ സഭായോഗത്തിന് ഞാൻ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കുറഞ്ഞ പക്ഷം ഞായറാഴ്ചയെങ്കിലും എല്ലാവരും വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് വരണം. ഞായറാഴ്ച ഇടക്കൂട്ടത്തിന് മീറ്റിംഗ് ചിലപ്പോൾ എല്ലാവർക്കും ഒക്കത്തില്ലെന്ന് വരാം, എങ്കിലും അത് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിഥികളും ആദ്യമായിട്ട് വരുന്നവർ വല്ല കളർ ഇട്ടുകൊണ്ട്. അല്ല, ഞങ്ങളുടെ അവിടെ കുറച്ച് പേരേ ഉള്ളൂ, ഉള്ളതെല്ലാം വെള്ള വസ്ത്രമാണ്. അത് ഇനി വെള്ള തുണി ഇല്ലെന്ന് ഓർത്ത് ആരും കരയോ? നമ്മൾ എല്ലാവർക്കും ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും. ചുമ്മാ രസം പറഞ്ഞതല്ല, മുഴുവൻ എണ്ണത്തിനും. ഈ പിള്ളേർക്കും എല്ലാം. നിങ്ങൾ പറയാ ഇയാൾ കിട്ടും പോലെ കാശുണ്ടായിരിക്കും,
ഞാൻ പറഞ്ഞല്ലോ മക്കതോന്യ സഭയുടെ കാര്യം. അതിനാ ഇതൊക്കെ പറയാനാണ് നേരത്തെ അത് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും മേടിച്ചു കൊടുക്കും. വെള്ളത്തുണി ഇല്ലാഞ്ഞിട്ട് അവിടുത്തോണ്ട് അത് പറയരുത്. സൺഡേ സ്കൂൾ പിള്ളേർ എല്ലാം അവിടെ കടയിൽ കയറ്റി വെള്ളത്തുണി മേടിച്ചു കൊടുക്കും. ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ നല്ലതാ, അല്ല ചുമ്മാ ഉഴപ്പൊന്നും അല്ല. എല്ലാവർക്കും അതിന് പല കാരണത്തിൽ ഒരു കാര്യം പറയാം, എല്ലാം പറയാനൊക്കെ അതിൽ ഒരു കാര്യം ഒത്തിരി ഉണ്ട്. ഈ സഭയല്ലേ, ഈ കുഞ്ഞുങ്ങള് സാക്ഷിക്ക് പറയാൻ നിൽക്കുമ്പം കാശുള്ള വീട്ടിലെ ആൾക്കാര് വില കൂടിയ വസ്ത്രമായിരിക്കും കൊച്ചുങ്ങൾക്ക് കൊടുക്കുന്നത്. അത് അവരുടെ സ്ഥിതി, അതാ കൊടുക്കാം. നമ്മുടെ മക്കൾക്ക് എന്ത് കൊടുത്താലും നമുക്ക് തൃപ്തിയല്ലേ. അപ്പൊ കാശുള്ള വീട്ടിലെ അമേരിക്കക്കാരുടെയോ ഗൾഫുകാരുടെയോ അല്ലെ നാട്ടിലാണെങ്കിലും ബിസിനസ് ഒക്കെ ചെയ്യുന്ന പിള്ളേരുടെ മാതാപിതാക്കളുടെ പിള്ളേര് വില കൂടിയ വസ്ത്രം ധരിച്ചായി സൺഡേ സ്കൂളിന്റെ വാക്യം പറയാൻ നിൽക്കുമ്പോഴേ റോഡ് പണിക്ക് പോകുന്നവരും അന്നന്ന് അധ്വാനിക്കുന്നവരും വീട്ടിൽ ജോലി ചെയ്യുന്നവരും ഒക്കെ ഉണ്ട്. അവർക്ക് ചിലപ്പം അത്രയും വിലയുടെ ഒന്നും മേടിച്ചു കൊടുക്കാൻ സാധിക്കത്തില്ല. അപ്പൊ അങ്ങനെ നിൽക്കുമ്പം കുറഞ്ഞ പക്ഷം ഒരു 3 മണിക്കൂറെങ്കിലും ഒരു സമത്വം വരട്ടെ. ബാക്കി 21 മണിക്കൂർ കുഴ തറ്റണമെന്നല്ല ഈ പറഞ്ഞത്. തന്നെയല്ല, ഞാന് മിക്ക ഇടങ്ങളിലും ഒക്കെ പണ്ട് മുതലേ ശ്രദ്ധിക്കും, ഈ പിള്ളേര് ഇങ്ങനെ വസ്ത്രം ധരിക്കുമ്പോ ഈ അമ്മമാര് അടുത്തിരുന്ന് എവിടെ നിന്നെടുത്തതാ, കൊച്ചുങ്ങൾ വാക്യം പറയാൻ നിൽക്കുക. അപ്പം തൊട്ടിപ്പറയിരിക്കുന്ന സഹോദരിയുടെ കുഞ്ഞായിരിക്കും ഇതിന്റെ അപ്പുറം നിൽക്കുന്നത്. അവർക്ക് മനോവേദന ഉണ്ടാകും. ഉണ്ടാകും, മനുഷ്യനല്ലേ, ഉണ്ടാകുമെന്ന്. സ്തോത്രം. ചിലര് സൺഡേ വരുന്നത് ഇത് പ്രദർശിപ്പിക്കാനും കൂടെ വരുന്നവരുണ്ട്. തലയാഴ്ച മേടിച്ചത്, അല്ലെ കല്യാണത്തിന് മേടിച്ചത്, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷന് മേടിച്ചത്, ഉടുത്തുമൊക്കെ ഒരുങ്ങി സൺഡേ ഇതൊന്ന് പ്രദർശിപ്പിക്കാനുള്ള ഉന്നത്തിലും വരുന്നവര് ഉണ്ട്. ഇത് കൊടുത്തോണ്ട് വന്നിട്ട് ആരും ഒന്നും ചോദിച്ചില്ലേ, ഇവർ അങ്ങോട്ട് ചോദിക്കും ഇതെവിടുന്ന ഈ സാരി. അപ്പൊ ഇങ്ങോട്ട് ചോദിക്കുമല്ലോ ഇതെവിടുന്ന. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോവല്ലോ ഇല്ലേ? പിടി കിട്ടുന്നില്ലേ? ആട്ടെ, ഭാഗം എല്ലാം ഒന്ന് ചിന്തിക്കുന്ന നല്ലതാ. ദൈവത്തിന് മഹത്വം. ആട്ടെ, പോട്ടെ. അപ്പോൾ വിലപരുകുമാടയാലാപാദമസ്തകം, വലിയ വസ്ത്രം, വിലയേറിയ വസ്ത്രം. ഞാനതുകൊണ്ട് എല്ലാവർക്കും ഒരേ ടൈപ്പാ മേടിച്ചു കൊടുത്തേക്കുന്നത്. കോയമ്പത്തൂരിൽ നിന്ന് സഹോദരിമാർക്കെല്ലാം സാരി ഒരേ ടൈപ്പ്. ചുരിദാറിടുന്ന കൊച്ചു സഹോദരിമാരുണ്ട്, അവർക്കെല്ലാം ഒരേ ടൈപ്പ്. സഹോദരന്മാർക്കെല്ലാം ഒരേ ടൈപ്പ് വെള്ള ഷർട്ടും മുണ്ടും. പാൻറ് ഇടുന്നവർക്ക് വെള്ള പാൻറ്. ഞാൻ ചുമ്മാ പറഞ്ഞൊന്നുമല്ല. സൺഡേ വരുമ്പോ ഇത് കൊടുത്തോണ്ട് പോയി. താല്പര്യമില്ലാത്തൊരു പൊക്കോ ഇവിടെ എന്തിനാ വെറുതെ നമ്മ കുത്തിയിരിക്കുന്നേ? വേറെ സഭ ഇഷ്ടം പോലുണ്ട്. ഞാൻ നിർബന്ധിച്ചിരുത്തത്തുമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ രീതി ഇങ്ങനെ, ഇത് ഇഷ്ടമുണ്ട് ഇവിടെ കൂടുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ രീതിക്കുള്ള എത്രയോ സഭകളുണ്ട്. ചുമ്മാ ഇതിനകത്തിരുന്ന് മൊരടാതെ ഇറങ്ങി പോകാൻ പറഞ്ഞു. പോകുന്നതിന് വണ്ടിക്കൂലിയില്ല, എന്റെ വണ്ടിയെ കൊണ്ടുവിടുകയും ചെയ്യാം. ഞാൻ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട്, ആരെല്ലാം ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുവിടണം. നാളെ കണ്ടാ മിണ്ടുകയും ചെയ്യണം. ഞാനോട് നടക്കിറങ്ങി പോകുന്നതായി മിണ്ടുക അങ്ങനൊന്നും പറയരുത്. ഇവിടെ വെച്ച് കണ്ടാലും മിണ്ടിയേക്കണം. ഞാൻ മിണ്ടും, പക്ഷെ ഇവിടുത്തെ രീതി ഇതാ. അതുപോലെ അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സഭയിൽ ഫിക്സഡ് കസാരയൊന്നും ആർക്കുമില്ല. ഇത് വേവിച്ചാന്റെ കസാര, പാമ്പച്ചന്റെ, ആമ നേരത്തെ വരുന്നവർ കയറി ഇരുന്നോണം. നീ താമസിച്ചു വന്നേച്ച് ഒരുത്തനെ എഴുന്നേപ്പിച്ചേച്ച് കയറിയിരിക്കാൻ അവിടെ അനുവദിക്കുകയല്ല. ചില സഭയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പം വലിയ രാജാവ് വിളിച്ച് വന്നേച്ച് ആരിലും കയറിയിരിക്കാണ് അവന്
അവിടെ നടക്കുകയല്ല. നിന്നെ അന്ന് വെളിയിൽ ചാടിക്കും. നടക്കുകയല്ലത്. ഇവിടെ എല്ലാം യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ. അല്ല, ഒരാൾക്ക് ഇന്ന കാര്യം അവര് തന്നെ അങ്ങനെ ഏൽപ്പിച്ചിട്ടില്ല. സങ്കീർത്തനം വായിക്കുന്നതിനെ ആള്, ഒടുവി പ്രാർത്ഥിക്കുന്നതിനെ ആള്, അത് കഴിയുമ്പം പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ അന്നേരം പ്രാർത്ഥിച്ചോണം. അങ്ങനെയുണ്ട്. ഒരു സെക്കൻഡ് കളയാൻ അനുവദിക്കുകയല്ല. സ്തോത്രം. അതുകൊണ്ട് നമുക്കധികം ആളില്ല കേട്ടോ. അതിനാ കുറച്ച് പേരേ ഉള്ളൂ. 100 പേരേ ഉള്ളൂ. മതി, അത് മതി. ഉള്ളത് ഒരുമാതിരി ചൊവ്വായിട്ട് പോട്ടെ. സ്തോത്രം. ദൈവസഭ അങ്ങനെ പോണം. ദൈവത്തിന് മഹത്വം. അപ്പൊ ഇങ്ങനെയുള്ള ഈ പട്ടണം, നമുക്ക് ആ ഭാഗമെല്ലാം വിട്ടേക്കാം. ഈ പട്ടണമാകല ലോത്തിരിക്കുന്നത് വെറുതെ ഇരിക്കുകയല്ല. അവിടെ വായിക്കുന്നത് 6-ാം വാക്യത്തിൽ, സോദോം ഗോമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്താൻ ന്യായം വിധിച്ച് മേലാൽ ഭക്തികെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെക്കുകയും അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അവരുടെ അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സ് നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തികളാൽ വലഞ്ഞുപോയ നീതിമാനായ, അതാ പുള്ളി വലഞ്ഞുപോയി. പുള്ളി ഇവിടെ ഇരുന്ന് ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുക. അപ്പം ഇരിപ്പ് ശരിയാണോ അല്ലയോ എന്ന് ചിന്തിക്കുക. അബ്രഹാം കൂടാരവാതിക്കലിരുന്ന് പട്ടണം കാണുന്നു. ലോത്ത് പട്ടണവാതിക്കലിരുന്ന് പാപം കാണുന്നു. രണ്ടുപേരും ഒന്നിച്ചിറങ്ങിയതാ. എവിടുന്ന്? 11:27 വായിച്ചേ, ഉൽപ്പത്തി. തേരകന്റെ വംശപാരമ്പര്യം. അവർ തേരക അബ്രാമിനെയും നാഗോറിനെയും കാരാനെ ജന്മിച്ചു. കാരാൻ തന്നെ ജന്മദേശത്ത് കൽദരുടെ പട്ടണമായ ഊരുവശത്തിന്റെ അപ്പനാകുന്ന തേരകന് മുന്നേ മരിച്ചുപോയി. അബ്രാമും നാഗോറും ഭാര്യമാരും എടുത്തു. അബ്രാമിന്റെ ഭാര്യയ്ക്ക് സാറ എന്ന്, നാഗോറിന്റെ ഭാര്യയ്ക്ക് മിൽക്കി എന്ന് പേര്. മിൽക്കിയുടെ കാനാന്റെ പുത്ര തന്നെ സാറാ മച്ചിയായിരുന്നു, സന്തതി ഉണ്ടായിരുന്നില്ല. അബ്രഹാം തന്റെ മകനാകുന്ന തേരക തന്റെ മകനാകുന്ന അബ്രഹാമിനെയും തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രഹാമിന്റെ ഭാര്യയായി മരുമകളാകുന്ന സാറായും കൂട്ടിക്കൊണ്ട് കൽദയരുടെ ഒരു പട്ടണമായ ഊറിൽ നിന്ന് കനാൻ ദേശത്തേക്ക് യാത്രയാകുവാൻ പുറപ്പെട്ടു. അങ്ങനെ അവർ കാരാൻ വരെ വന്നവിടെ പാർത്തു. തേരകന്റെ ആയുഷ്കാലം 205 സംവത്സരം. അപ്പം ഇവര് കൽദയ പട്ടണമായ ഊരിൽ നിന്ന് ഇറങ്ങിയതാ, ഒന്നിച്ചിറങ്ങിയതാ. ആര്? അബ്രഹാമും. വിളി കേട്ടത് അബ്രഹാമാ. അബ്രഹാമിനെ ആരാ വിളിച്ചേ? ദൈവത്തിനോടൊരു വിശേഷത കൊടുത്തിട്ടുണ്ട്. എന്തോ ദൈവമാ? അതാ വായിച്ചു. കറക്റ്റാ. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 1. ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ച് അവൻ പറഞ്ഞത്, സഹോദരന്മാര് പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേട്ടുകൊള്ളുവി. നമ്മുടെ പിതാവായ അബ്രഹാം പണ്ട് ഹാരാന് വന്ന് പാർക്കുന്നതിന് മുമ്പ് മെസൊപ്പൊട്ടോമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം, മതി എന്ന് പറഞ്ഞാൽ നിന്നെ വിളിച്ചത് വെട്ടവും വിളിച്ചോ ഇല്ലാത്ത ഊളം ദൈവം അല്ല. ദൈവത്തിന് ഹാലജന്റെ 2 ബാൾബ്. ദൈവത്തിന് കുറച്ചുകൂടെ വെട്ടമുള്ളത് ഇടാൻ പുള്ളിക്ക്. പോട്ടാ.
നമ്മളെ വിളിച്ചത് തേജോമയനായ ദൈവമാ. അതുകൊണ്ട് നീ പോയി മെഴുകുതിരിയും കത്തിക്കണ്ട, ദൈവത്തിന്റെ മുമ്പിൽ കൊണ്ട് വെട്ടോ വെക്കണ്ട, ലൈറ്റ് കണക്കണ്ട, അവിടുന്ന് തേജോമയനാ. സ്തോത്രം, സ്തോത്രം. അപ്പൊ വിളിച്ചത് തേജോമയനായ ദൈവമാ, അല്ലാതെ ഗതിയും ഗത്യന്തരവും ഇല്ലാതിരിക്കുന്നവനല്ല വിളിച്ചത്. അതിന് കൊണ്ട് കൊടുക്കുക എന്നാ കൊടുത്തു. പണ്ട് നായനാര് ചോദിച്ചത്, ദൈവത്തിന് എന്താണ് പാറാവുക? തേജോമയന. അപ്പൊ തേജോമയനായ ദൈവം അബ്രഹാമിനെ വിളിച്ചു, അബ്രഹാം ലോത്തിനെ വിളിച്ചു. ഇതിന്റെ ഓർഡർ അങ്ങനെ, അല്ലാതെ ലോത്തിനെ തേജോമയനായ ദൈവം വിളിച്ചതൊന്നും ഇല്ല. ലോത്തിനെ വിളിച്ചത് അബ്രഹാമാണ്. രണ്ടുപേരൂടെ ഇറങ്ങി. ഈ കവി പണ്ട് ഒരു വരി എഴുതിയല്ലോ, മുല്ലപ്പൂവും പൊടി ഏറ്റ് കിടക്കും. ആ, അങ്ങനെ ചില നന്മ ഇവനും കിട്ടി. ആർക്ക്? ലോകത്തിനും കിട്ടി. പിന്നെ 13 വായിച്ചു ഉൽപ്പത്തി. ഇങ്ങനെ അബ്രാമും ഭാര്യ അവനുള്ളതൊക്കെ അവനോട് കൂടെ ലോത്തും മിസ്രയീമിൽ പുറപ്പെട്ട് തെക്കേ ദേശത്ത് വന്ന് കന്നുകാലി, വെള്ളി, പൊന്ന് എന്നീ വകയിൽ അബ്രാം ബഹുസമ്പന്നനായി. അടുത്ത വാക്യം. അടുത്തത് അബ്രാമിനോട് കൂടെ പുള്ളിക്കും ഇച്ചിരി കിട്ടി. മുല്ലപ്പൂമ്പൊടി അബ്രാമിനോട് കൂടെ വന്ന ഈ ദൈവത്തിന്റെ കൂടെ അല്ലി വന്ന് നടന്നത്. ആരുടെ? ഉപ്പാപ്പന്റെ കൂടെ ഇങ്ങനെ പമ്മി പമ്മി. ലോകത്തിന്റെ ആരാ? അബ്രാം. വല്യപ്പൻ തേരകല്ലേ? ലോകത്തിന്റെ വല്യപ്പൻ തേരകല്ലേ? അബ്രാമിന്റെ അപ്പൻ ആരാ? തേരക്. അപ്പൊ ലോത്ത് അബ്രാമിന്റെ ആരാ? അതാണ് പറഞ്ഞു. മനസ്സിലായില്ല? ഇനി ഭാഷയ്ക്ക് വ്യത്യാസം ഉണ്ടോന്ന് അറിയത്തില്ല. ഭാഷയുടെ വ്യത്യാസം അല്ലേ? അപ്പന്റെ ചേട്ടനെ അങ്ങനെ പറഞ്ഞു. ഭാഷയുടെ ഇത് വെച്ച് പറഞ്ഞതാ. എന്നാ ഞാനങ്ങ് ക്ഷമിക്കാം. അപ്പൊ കൂടെ ഇറങ്ങിയ പുള്ളിക്ക് ഇച്ചിരിയൊക്കെ കിട്ടി. പുള്ളിക്കും ആടുമാടുകളൊക്കെ ആയി. പക്ഷെ ദൈവം വിളിച്ചതായിട്ട് എഴുതിയിട്ടില്ല. അബ്രഹാമിനെയാ ദൈവം വിളിച്ചത്. തെക്കേദേശത്ത് വന്നു, കന്നുകാലി, വെള്ളി, പൊന്ന് എന്നീ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായി. അബ്രഹാം ദൈവത്തെ ആരാധിച്ചു. ലോത്ത് ആരാധിക്കുന്നൊന്നും മാറ്റമില്ല. എല്ലാം കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ അവൻ ആടിനെ കണ്ടിക്കുന്നതും അതിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് മെസ്സേജ് ഒക്കെ വിടുന്നേ ഉള്ളൂ. അല്ല പുള്ളി യാഗപീഠമൊക്കെ പുള്ളി ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പൊ അതിന് കൊല്ല വിരുതാ. യാഗപീഠം പണിത് ആരാധിച്ചെന്ന വാക്യമല്ല, അത് അബ്രഹാമാണ്. ചെന്നിടത്തെല്ലാം യാഗപീഠം പണിത്. സമ്പത്ത് കണ്ടമാനം വന്നപ്പോ ശണ്ടയുണ്ടായി. അങ്ങനെ ഇവര് തമ്മിൽ പിരിഞ്ഞു. അങ്ങനെ ലോകത്ത് നോക്കിയപ്പം യോർദാനിലേക്കുള്ള സ്ഥലമെല്ലാം നീരോട്ടമുള്ളതെന്ന് അങ്ങനെ പുള്ളി അങ്ങോട്ട് കയറി അവസാനം കൊണ്ട് കൂടാരം അടിച്ച് കയറ്റിയതാ. പുള്ളി തന്നെ പോയത്, ആരും ഓടിച്ചതല്ല. ചുരുക്കി പറഞ്ഞാൽ അബ്രഹാം കൂടാരവാതിക്കലിരുന്ന് പട്ടണം കണ്ടു, ലോത്ത് പട്ടണവാതിക്കലിരുന്ന് പാപം കണ്ടു. എന്തോ സംഭവിച്ചെന്നൂടെ പറഞ്ഞങ്ങ് നിർത്തിയേക്കാം. കൂടാരവാതിക്കലിരുന്ന് പട്ടണം കണ്ടവനോട് ദൈവം പറയാം, നിന്റെ സന്തതിയെ ഞാൻ ഐശ്വര്യമായിട്ട് അനുഭവിക്കും. നിന്റെ സന്തതിയെ ഈ പട്ടണവാതിക്കൽ പുള്ളി ഇങ്ങനെ ഇരുന്ന് ഒരു ചെറിയ വകുപ്പൊക്കെ പറയുന്ന ആളാ. അങ്ങനെ ഇരിക്കുമ്പോൾ 2 ദൂതന്മാർ വന്നു. അതുങ്ങളെ വിളിച്ചുകൊണ്ട് വീട്ടിൽ പോയി. അതുങ്ങൾ പറഞ്ഞ വരുന്നില്ല.
വീട്ടിൽ കൊണ്ടുപോയി എന്തെല്ലാം പ്രശ്നം. ഈ അബ്രഹാമിന്റെ വീട്ടിൽ ദൂതന്മാരെപ്പോഴാ വന്നേ? നിങ്ങളാരും അവിടെ ഇല്ലായിരുന്നെന്ന് എനിക്കറിയാം. എന്നാലും എപ്പോഴാ വന്നെന്ന് സന്ധിക്കും. വെയിൽ ഉറച്ചപ്പോ ഏതാണ്ട് ഒരു ഉച്ച സമയത്തോട് അടുക്കുക. അങ്ങനല്ലേ വെയിൽ ഉറക്കും, നന്നായിട്ട് ഉറക്കുമ്പോ. പറ. ആ, വെയിൽ ഉറക്കും. ഇനി വെയിൽ ഉറച്ചപ്പോ അബ്രഹാം കൂടാരവാതൊക്കെ ഇരിക്കുക, അങ്ങനല്ലേ? അതിന് വേറൊരു കാര്യമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. എന്തിനാ അവിടെ വെയിൽ കൊള്ളാൻ പോയിരുന്നത് എന്നാന്ന് വേറൊരു വിഷയം, അതവിടെ ഇരിക്കട്ടെ. വെയിലുറച്ചപ്പോൾ കൂടാരവാതുക്കലിരുന്നു. അപ്പൊ ഏതാണ്ട് ഉച്ച സമയം. തലപൊക്കിയപ്പോ 3 ദൂതന്മാര് ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞ് വീട്ടിലോട്ട് പറഞ്ഞ അസാരം വെള്ളം കൊണ്ടുവന്ന് കാല് കഴുകാം, ഒരു കഷണം, അങ്ങനെ ഒരു കഷണം, അങ്ങനല്ലേ മോൻ, ഒരു മുറി, അങ്ങനെ കുറവായി. ആ, ഈ പറഞ്ഞത് ഒരു മുറി അപ്പം ആന്തലും കൊടുത്തത് അങ്ങനൊന്നും അല്ല. പിന്നെങ്ങനെ നമ്മള് പറയുമ്പോ പറയും 3 കടം കഴിക്കാൻ ഒരു അപ്പം അങ്ങ് തന്നേക്കാം, കൊടുക്കുമ്പോ നേരെ തലതിരി വാ. ഇത് ഇവർക്ക് കൊടുത്ത് ഭക്ഷണമെല്ലാം കഴിച്ചേ. അപ്പൊ അബ്രഹാമിന്റെ വീട്ടിൽ വന്നത് എപ്പോഴാ? വെയിൽ ഉറച്ചപ്പോ. ലോത്തിന്റെ അവിടെ എപ്പോഴാ വന്ന്? അതിന് അവിടെ വൈകുന്നേരം വന്ന്. വണ്ടിയൊന്നും ഇല്ലല്ലോ അല്ലേ? ഏഹ് കണ്ടല്ലോ. ഉച്ചയ്ക്ക് ഇവിടെ വന്ന് അവിടെ വൈകുന്നേരം ചെന്നെ. അതിനെന്തോ വൈകുന്നേരം ചെന്ന തന്നെയാണ്. ഒരുത്തനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു മൂരിയറ ഇറച്ചിയൊക്കെ തിന്നെ ക്ഷീണമൊക്കെ കാണും, ഒന്ന് മയങ്ങിയാ. കാരണം കൊടുത്ത് ചെന്നത് അടിച്ച ഒരെണ്ണത്തിനെ പിടിച്ച് അന്നേരം കണ്ടിട്ടില്ല. അപ്പോൾ നല്ല നെയ് മുത്തിയറൊക്കെ ആയിരിക്കും. അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ക്ഷീണമൊക്കെ വന്നു, ഒന്ന് മയങ്ങി തെളിഞ്ഞ. അബ്രഹാമിന്റെ വീട്ടിൽ വെയിൽ ഉറച്ചപ്പം വന്നു. ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ആശീർവാദമെല്ലാം കൊടുത്ത് ദൂതന്മാർ അവിടെ നിന്ന് ഇറങ്ങി. 3 പേര് ഇറങ്ങി. ഇറങ്ങിയപ്പോ അബ്രഹാം വാതുക്കൽ ഇങ്ങനെ കൈ കാണിക്കുകയല്ല, മെയിൻ റോഡ് വരെ വന്നു. അപ്പം അവിടുന്ന് അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി സോദോം വഴിക്ക് തിരിഞ്ഞു. അവിടം വരെ അബ്രഹാം വന്നു. അപ്പൊ ഈ മെയിൻ റോഡ് വന്നപ്പോ ഇവര് സോദോമിന് തിരിഞ്ഞു. ആര്? ദൂതന്മാര്. അബ്രഹാം ചോദിച്ചു അടുത്ത ശുശ്രൂഷ എവിടാന്ന് ചോദിച്ചു. ഇവര് പറഞ്ഞു സോദോമിന്. ചോദിച്ചോ പവർ മീറ്റിംഗ് ആണോ ഫയർ മീറ്റിംഗ് ആണോ എന്ന് ചോദിച്ചു. അങ്ങനെ അവര് പറഞ്ഞു പവർ കോൺഫറൻസ് ഇനി ഇല്ല, ഇനി ഫയർ. അബ്രഹാം ഉടനെ പറഞ്ഞു, യോ ആ പട്ടണത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ പട്ടണം നശിപ്പിക്കുമോ? ഉടനെ അബ്രഹാം പറഞ്ഞു കടന്നു പോകരുത്, അവിടെ നീ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വെയിറ്റ് ചെയ്യും, കടന്നു പോകരുത്, ഇവര് ചെന്നാ പട്ടണം കത്തിക്കാൻ പോവുക, വെയിറ്റ് ചെയ്യണം, നിക്ക്. അപ്പം ദൂതന്മാർക്ക് പോകാൻ മേല, അവിടെ നിൽക്കുക. അപ്പം പറഞ്ഞു 50 നീതിമാന്മാരുണ്ടെങ്കിൽ ആ പട്ടണത്തെ. അപ്പം ദൂതന്മാർ പറഞ്ഞു അവറാച്ചാ ഞങ്ങൾ അങ്ങനെ കടുങ്കൈയൊന്നും ചെയ്യുന്നവര് അല്ല, 50 ഉണ്ടെ ഞങ്ങൾ നശിപ്പിക്കുകയല്ല. അപ്പൊ പുള്ളി പിന്നെയും പ്രാർത്ഥിച്ചപ്പം മനസ്സിലായ 50 ഇല്ല. അപ്പൊ പുള്ളി പറഞ്ഞു ആട്ടെ 45 ഉണ്ടെങ്കിൽ നശിപ്പിക്കുമോ? അങ്ങനെ ഇല്ലേ? 45 പേരുണ്ടെ നശിപ്പിക്കുമോ? അപ്പം ദൂതന്മാര് പറഞ്ഞു അവറാച്ചാ ഞങ്ങൾ അങ്ങനൊന്നും
ദുഷ്ടത ചെയ്യുന്നവരല്ല, 45 കൊണ്ട് ഞങ്ങൾ നശിപ്പിക്കുകയില്ല, കത്തിക്കത്തില്ല. ഉടനെ പറഞ്ഞു വെയിറ്റ് ചെയ്യും, വെയിറ്റ് ചെയ്യും. അബ്രഹാം പിന്നെയും പ്രാർത്ഥിച്ചപ്പോൾ മനസ്സിലായി 45 ഇല്ല. ഉടനെ 40 ഉണ്ട് ഇല്ലേ? വായിക്ക്. ആ 40 പേര് ഉണ്ടെങ്കിൽ നശിപ്പിക്കുമോ? ഉടനെ പറഞ്ഞു ഇല്ലില്ല, അയ്യോ ഞങ്ങൾ അങ്ങനെ ചെയ്യത്തില്ല. ഉടനെ അബ്രഹാം പറഞ്ഞു വെയിറ്റ് ചെയ്യും, വെയിറ്റ് ചെയ്യും, പോകരുത്. പിന്നെ മധ്യസ്ഥത ഇടിവ് നിൽക്കുക. അവൻ പറഞ്ഞു പ്രാർത്ഥിച്ചു മനസ്സിലായി 40 ഇല്ല. ഉടനെ പറഞ്ഞു കോപിക്കരുത്, 30 ഉണ്ടെങ്കിൽ 30 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുവോ? ദൂതന്മാർ പറഞ്ഞില്ല അങ്ങനെ അങ്ങനെ കടുകയെ ചെയ്യത്തില്ല, 30 ഉണ്ടെങ്കിൽ നശിപ്പിക്കുകയല്ല. ഉടനെ പറഞ്ഞു അവിടെ നിൽക്കി പോകരുത്, പോകരുത്, വെയിറ്റ് ചെയ്യും, പോകരുത്. പിന്നെ മധ്യസ്ഥ 30 ഇല്ല. ഉടനെ വെച്ച് 20 ഉണ്ടെങ്കിൽ നശിപ്പിക്കുമോ? അപ്പൊ ദൂതന്മാർ പറഞ്ഞില്ല 20 ഉണ്ടെങ്കിൽ ഞങ്ങൾ നശിപ്പിക്കത്തില്ല. ഉടനെ പറഞ്ഞു പോകരുത്, 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 കടന്നു പോകരുത്. പിന്നെയും പ്രാർത്ഥിച്ച് നോക്കിയപ്പോ 20 ഇല്ല. ലാസ്റ്റ് പറഞ്ഞ് 10 പേരുണ്ടേ നശിപ്പിക്കുന്നു. അന്നേരം അവരെന്നാ പറഞ്ഞു? ആ അടുത്തത് അപ്പം എത്ര പേരുടെ കണക്ക് വരെയാ പറഞ്ഞേ? അതിന് 10ന്റെ കണക്ക് ലോത്തിന്റെ ഭാര്യ, പെൺപിള്ളേർ 2, ഉറപ്പിച്ചോന്നൊന്നും അറിയത്തില്ല. പെൺപിള്ളേർ കയറി ഏറ്റതാ. അത് പോട്ടെ, അത് നമുക്ക് പിന്നെ ഉറപ്പിക്കാം, നോക്കട്ടെ നല്ലതാണോ എന്ന്. പിന്നെ സ്തോത്രം. അപ്പൊ അബ്രഹാം ഇങ്ങനെ ചിന്തിച്ചു, കുറഞ്ഞത് 10 പേരെങ്കിലും കാണാൻ നീതിമാന്മാര്. അതിന്റെ കാരണം പറയാം. ഈ മെസ്സപ്പൊട്ടേമിയയിൽ ഇവരിറങ്ങിയപ്പോ ലോത്ത് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അബ്രഹാം യാഗം നടത്തുന്നതും യാഗം കഴിക്കുന്നതും കണ്ണം കണ്ണമായിട്ട് നുറുക്കുന്നതും യാഗപടം എടുക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം ഇവൻ കണ്ടുകൊണ്ട് നിൽക്കുന്ന ആരാ? ലോത്ത്. അപ്പം 10-13 കൊല്ലം കൂടെ ഉണ്ടായിരുന്നു. ചെറിയ കാര്യം വന്നു 13 കൊല്ലം അവർ അച്ഛൻ പാസ്റ്ററുടെ കൂടെ. പിന്നെ ചെറിയ കേസൊന്നുമല്ല. അപ്പം 13 കൊല്ലം കൊണ്ട് ഇവന് പ്രാർത്ഥന എന്നാ, ആരാധന എന്നാ, ഉപദേശം എന്നാ, പ്രമാണം എന്നാ എന്നൊക്കെ ഇവന് ഏറെക്കുറെ. അപ്പൊ ഇവൻ നിശ്ചയമായിട്ട് ഇവന്റെ ഭാര്യ കുഞ്ഞന്നാമ്മയോട് പറഞ്ഞു കാണും, കുഞ്ഞന്നാമ്മേ നമ്മൾ ഈ സോതോമി വന്ന് പാർക്കുന്നു, ഇതൊന്നും അല്ല കൂട്ടായ്മ ആരാധന. ഞങ്ങളുടെ ഉപ്പാപ്പൻ മെസ്സപ്പൊട്ടേമിയയിൽ ഇറങ്ങി, ഞാനും അങ്ങനെ ഇറങ്ങിയതാ. അതൊക്കെ ഞാൻ ആരാധനയും കൂട്ടായ്മയൊക്കെ നമ്മൾ ആരാധിക്കുന്നില്ലെങ്കിലും എനിക്ക് അറിയാം വകുപ്പ് എന്നാന്ന്. അപ്പം ഇവളോട് പറഞ്ഞു കാണും, ഇവൾ ഈ പെൺപിള്ളേരോട് പറഞ്ഞു കാണും, ബ്ലസി കെസിയ നിങ്ങളിങ്ങനെ നിങ്ങളുടെ പഠനത്തോടുള്ള ബന്ധത്തിലാണ് നമ്മൾ ഈ ടൗണിൽ വന്ന് താമസിക്കുന്നത്. പക്ഷെ ഇതൊന്നും അല്ല ആരാധന. ആരാധന വേറെയാ. അതിന്റെ പ്രമാണം നിങ്ങളുടെ ചായ നമ്മുടെ അപ്പായുടെ പാപ്പനൊക്കെ പഴയ ബന്ധുക്കോസുകാരാ, അവരുടെ കാര്യമൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഇതാന്നൊക്കെ ഈ തള്ള പെൺപിള്ളേർക്ക് പറഞ്ഞു കൊടുത്ത് കാണാൻ അങ്ങനെ പറയില്ലേ അമ്മമാര് പെൺപിള്ളേരോട് പറയത്തില്ലേ? ഇല്ലേ? പറഞ്ഞു. അപ്പൊ ഇവളുമാര് ആലോചിച്ച ആൺപിള്ളേരുണ്ട്, അവന്മാരുമായിട്ട് ബുള്ളറ്റേലൊക്കെ ഇങ്ങനെ. ഇപ്പൊ ഹെൽമെറ്റ് ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല, പണ്ട് ഹെൽമെറ്റ് ഇല്ലാത്ത സമയത്ത് പെൺപിള്ളേരല്ല ഇങ്ങനെ. അപ്പൊ ആരാന്ന് ഇന്നാൾ എന്നോട് ചോദിച്ചു, എന്തിനാ ഇത്? ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള രംഗങ്ങൾ ഇതൊക്കെ കാണിച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. ഇത് ഉണ്ടേലേ ഒക്കുള്ളൂ, അതുകൊണ്ടാ. ഇപ്പൊ മനസ്സിലായില്ലേ കൃത്യം? അതിനാ ഇതൊക്കെ വേറെ ഉണ്ട്, പിന്നെ ഞാൻ പറയാം. അപ്പം ഇവര് ബീച്ചിൽ പോകുമ്പോഴും ഉണ്ടല്ലോ, അവിടെ ഇവിടെയൊക്കെ പോകുമ്പോ ഈ പെൺപിള്ളേര് പറഞ്ഞു കൊടുക്കണം, ഡാനി നമ്മളിങ്ങനെ ക്ലാസ് കട്ട് ചെയ്ത് ബുള്ളറ്റെ പോകുന്നെങ്കിലും ഇതൊന്നും അല്ല പ്രമാണം എന്നൊക്കെ പറഞ്ഞ് കാണാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ലോത്തും ഭാര്യയും 2 പെൺപിള്ളേർ, 2 4, ആലോചിച്ച ആമ്പിള്ളാര് 6. മൂത്തവൻ ചെന്ന് അവന്റെ അപ്പനോടും അമ്മയോടും പറഞ്ഞു കാണും, എനിക്ക് ഇന്നതുപോലൊരു ഒരു അഫയർ ഉണ്ട്, അവര് പെന്തിക്കോസുകാരാ, പറഞ്ഞിട്ടുണ്ട് സ്നാനപ്പെട്ടാങ്കിലേ കല്യാണം, അതുകൊണ്ട് പപ്പായും മമ്മിയും കൂടെ എങ്ങനെയും ഒന്ന് സ്നാനപ്പെടണം എന്നൊക്കെ പറഞ്ഞു കാണാൻ സാധ്യതയുണ്ട്. ഇളയവൻ ചെന്ന് അവനും പറഞ്ഞു കാണും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഈ 10 പേര്, അല്ലെ വേറെ എവിടെ നിന്നാ 10 ഉണ്ടാകുന്നത്? ഇടയന്മാരെ ഒന്നും എന്തിനാ വീട്ടിൽ കയറ്റുന്നത്? അതൊക്കെ അവിടെ കന്നാലി കൂട്ടിൽ 10 പേര്. അപ്പൊ അബ്രഹാം നോക്കിയിട്ട് ഈ 10 പേര് പോലും അവിടെ ഇല്ല. 10 പേര് പോലും അവിടെ ഇല്ല. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ആ ഭാഗമൊക്കെ പഠിക്കണം.
ദൂതന്മാരെപ്പോഴാ വീട്ടിൽ വന്നത്? വൈകുന്നേരം. ഈ മിസ്റ്റർ ലോത്തും മിസ്സിസ് ലോത്തും പെൺപിള്ളേരും കൂടെ വീട്ടിൽ നിന്ന് എപ്പോഴാ ഇറങ്ങിയത്? എപ്പോഴിറങ്ങിയതാ? ഏ ഏ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, വായിക്കും. ഉഷസ്സായപ്പോൾ സന്ധ്യക്ക് വന്നതാ ദൂതന്മാര്. വന്നപ്പോഴേ പറഞ്ഞു, എടേ കത്തിക്കാൻ വന്നതാ, ഇത് കത്തിക്കാൻ പോവുക. അതിന് പുള്ളി കളി പറയുന്നത് കൊണ്ട് പുള്ളി അത്ര കാര്യമാക്കുന്നില്ല. ദൂതൻ പറഞ്ഞ് കത്തിക്കാൻ പോവുക. സാറ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ജ്വലന കന്ന കട്ടകളുടെ നടുവിലിടിവാളുകൾ. അപ്പം മിന്നലും ഇടിയും കൊള്ളിയാനും എല്ലാം കൂടെ ഒന്നിച്ചിറങ്ങിയെന്ന്. ജ്വലന കന്ന കട്ടകളുടെ നടുവിലിടിവാളുകൾ യാതൊരോഷം പരന്ന ആകാശവീതിയിൽ പ്രളയം അതിലുയരും ഒരു ചണ്ടവാദങ്ങളും പ്രത്യുൽക്രമിച്ചു പ്രത്യുക്ഷമാംവിധം നിമിഷ സമയം കൊണ്ട് ദിവ്യാശ ശുഷ്കണീറുകളിൽ ചമ്പരതിക്ക് നിന്ന ക്ഷണം വലിയ നിലയങ്ങളും വൻമാളികകളും വൻപെരും തുങ്കമഹാ ആ പ്രാസാദവേദകളും ഇതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് കത്തിക്കുക. കൃഷിയെല്ലാം നശിപ്പിച്ചു. യവമപിച്ച ഗോതമ്പ് ചോളം ചണം മല്ലി ജീരകം നാരകം ഗോസ്തനി വല്ലികൾ അതും കത്തിച്ചു. തുരക കരമയവകിഷമകിഷ വൃഷഭാദികൾ, തുരകം കുതിര, തുരകം കരം കഴുത എല്ലാം കത്തിക്കുക. തുരക കരം മയം ഒട്ടകം, ഋഷഭം കാള, മകിഷം തിരുമേ പോത്ത്. എല്ലാ മൃഗത്തിന്റെയും പേര് പറയാം എന്നാ പിന്നെ. തുരകരമയ ഋഷഭമാദിയാൽ തുന്തിലമായുള്ള നാട്ടിൽ പുറങ്ങളും കിരണമുട്ട കരടി പുലി കാട്ടാട് ജമ്പുകം ജമ്പുകം കുറുകൻ. ചുരുക്കി പറഞ്ഞ സകല എണ്ണത്തിനെയും കത്തിക്കുക. ഇത് കത്തിക്കാനാ വന്നെന്ന് ദൂതന്മാര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സന്ധ്യയ്ക്ക് വന്നപ്പോ ഇയാൾ എന്തോ ചെയ്യണം? പറ, ലോത്ത് എന്തോ ചെയ്യണം? നിങ്ങൾ എന്തെങ്കിലും പറ. അല്ലേ? സന്ധ്യയ്ക്ക് വന്നപ്പോ പറയടി, ഞാനാമേ ദൂതന്മാരാ കത്തിക്കാൻ വന്നേക്കുന്നതാ, പെമ്പിള്ളേർ ഇരിക്കും, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേക്കാം, ഒന്നും വേണ്ട, നമുക്ക് പ്രാണനാ വലുത്, പോണ്ടേ? ഇന്നലെ അയാൾ പിന്നെയും വൈകിട്ട് ദൂതന്മാരുടെ വൈകിട്ട് തന്തൂരി അടിക്കുന്നുണ്ടെന്ന്. തന്തൂരി. ഭൂതം പറഞ്ഞടാ, നീയൊക്കെ തന്തൂരി ആകുന്നതിലും മുന്നേ മേളിന്ന് ഇടിയും കൊള്ളിയാനും തീയും കൂടെ വരുമ്പം ഇവൻ പറയാ നമുക്ക് 9:30 തന്തൂരിന്ന്. അന്തിയായപ്പം പെമ്പിള്ളേരെയും വിളിച്ചോണ്ട് പോകണ്ടേ? ഇയാള് പിന്നെയും ചവിട്ടി രാത്രിയായപ്പം പട്ടണക്കാർ വന്ന് വീട് വളഞ്ഞു, അത് പ്രശ്നമായി. എന്നിട്ടും പുള്ളിക്ക് പോകാൻ താല്പര്യം. ഈ പിന്നെ വായിക്കുന്നത് ഉഷസ്സായപ്പോൾ ബന്ധപ്പെടുത്തി എന്നാ വായിച്ചേ, കണ്ടോ? എന്നിട്ടും പോകാൻ മനസ്സില്ല. ദൂതന്മാർക്ക് വരുന്ന വങ്കപ്പാട് ഈ പയ്യാവേലിന്. ഉഷസായപ്പോൾ ദൂതന്മാരിവനെ ബന്ധപ്പെടുത്തി പോകുകയല്ല, പിടിച്ച് കൈക്ക് പിടിച്ച്. വായിച്ചേ. ആ ആ ആ ആ ആ പിന്നെയും താമസിക്കുക. പിന്നെയും പുള്ളി ചവിട്ടി. എന്റെ ATM കാർഡ് കാണുന്നില്ല, എന്റെ മൊബൈൽ എന്ത് ചെയ്യടി? വണ്ടിയുടെ ചാവി കറ അടച്ചേച്ച് പോന്നാലും പിന്നെയും പുറകിലത്തെ വാതില് പിന്നെയും താമസമാ. താമസിക്കുന്നെന്ന്. ആ ആ ആ ആ കൈക്ക് പിടിച്ച് വാടാന്ന് പറഞ്ഞു, പിടിച്ച് വലിച്ച്. എന്തോ ഒരു ബുദ്ധിമുട്ടാന്ന് ഓർത്തോണം.
ഈ പിടുത്തവും വലിയ നടന്നിട്ട് ഈ തള്ള ശരിയായോ? നിങ്ങൾ പറ. ഈ പോയേച്ച് വന്നവര് പറയുന്നത് ഇപ്പോഴും തള്ള അവിടെ നിപ്പോണ്ടെന്നാ പറഞ്ഞത്. എനിക്കറിയത്തില്ല. ആ, നീ പറയാം. അവസാനം അപ്പനും രണ്ടും പെമ്പിള്ളേരും കൂടെ ഓടി 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 ഓടിയിട്ട് ഓടാനും വയ്യ. ഇതെല്ലാം കിടക്കുകയല്ലേ ഇഷ്ടം പോലെ. ദൈവം പറഞ്ഞ സ്ഥലത്ത് ചെന്നില്ല. അടുത്തൊരു ഗുഹ കണ്ടു. ഗുഹയ്ക്കകത്ത് കയറി രണ്ട് പെമ്പിള്ളേരും അപ്പനും. ആ ഗുഹയ്ക്കകത്തിരിക്കുമ്പോൾ മൂത്തവള് ഇളയവളോട്, എടീ ലില്ലിക്കുട്ടി, ഇനി നമുക്ക് കല്യാണം നടക്കുമെന്നൊന്നും തോന്നുന്നില്ല. മൂത്തവള് ഇളയവളാ ലില്ലിക്കുട്ടി. മൂത്തവള് സിസിലിക്കുട്ടി. ഞാനങ്ങിടുക പേര്. അപ്പം സിസിലിക്കുട്ടി ലില്ലിക്കുട്ടിയോട് പറയാ, എടീ ലില്ലിക്കുട്ടി, ഇനി ഇപ്പം കല്യാണം നടക്കുമെന്നൊന്നും. അപ്പം ലില്ലിക്കുട്ടി ചോദിച്ചു, അതെന്നാ അമ്മാമേ? ഓ, ഇനിയും ഭൂമിയിൽ ഒറ്റ ഒരുത്തിന് ഇനിയുള്ളത് വേണ്ട ഈ പുള്ളിയെ കൊള്ളുന്നു. എന്തിനേറെ അപ്പനാൽ രണ്ട് പെൺകുട്ടികൾ ഗർഭവതികളായി. മൂത്തവൾ ഒരു മകനെ പ്രസവിച്ചു, അവന് മോബാവ്. ഇളയവൾ ഒരു മകനെ പ്രസവിച്ചു, ബെൻ അമ്മി. അവൻ അമ്മോന്യർക്ക് മോബാവിയരും അമ്മോന്യരും. ഇനി ആവർത്തനം 23:3 വായിര്. ഒരു അമ്മോന്യനോ ആ ആ എങ്ങനുണ്ട്? ശരിയായ സ്ഥലത്ത് ഇരിക്കാഞ്ഞത് കൊണ്ടായി വിലക്ക് വന്നത്. സ്തോത്രം. ഒരു അമ്മോന്യനോ മോബാബ്യനോ യഹോവയുടെ സഭയിൽ അബ്രഹാമിനോട് പറഞ്ഞ എന്നതാ, നിന്റെ സന്തതിയെ ഞാൻ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. പട്ടണവാതിക്കൽ ഇരുന്നവന്റെ സന്തതിയെ പറ്റി പറയാ, ഒരമ്മോന്യനോ മോബാബിനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്, 10 തലമുറ പോലും കയറിയേക്കരുത്. പിള്ളാരെ അധികം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മാതാപിതാക്കൾ ആദ്യം ശ്രദ്ധിക്കണം. മാതാപിതാക്കൾ വിശ്വസ്തരായി വിശുദ്ധരായി പ്രമാണപ്രകാരം നിൽക്കുന്നുണ്ടെങ്കിൽ നിന്റെ സന്തതിക്ക് ഒരു ദോഷവും വരികയില്ല. ഒരു ദോഷവും വരികയില്ല. അഥവാ ചിലപ്പോൾ പ്രായത്തിൻ്റെതായ ചില ബാലിശമായ ചില കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളിൽ ഉണ്ടെങ്കിലും വരരുത്. അഥവാ ഉണ്ടെങ്കിലും നീ വിശ്വസ്തതയോടെ വിശുദ്ധിയോടെ നിന്റെ സന്തതിക്ക് ഒരു ദോഷവും വരികയില്ല. നിന്റെ സന്തതിയെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക. നമുക്ക് മടങ്ങി വരാം. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ചിലരൊക്കെ വചനം ശ്രദ്ധിക്കുകയും താല്പര്യമുള്ളത് കൊണ്ട് എനിക്ക് ഇഷ്ടമായി ഇങ്ങനെയൊക്കെ പറയാൻ. ദൈവത്തിന്റെ മഹത്വം. വളരെ സന്തോഷമാണ്. വചനം ആസ്വദിക്കുന്ന ഗ്രഹിക്കുന്നവരുടെ ഇടയിൽ എനിക്ക് വലിയ സന്തോഷമാണ്. അപ്പൊ നമുക്ക് മടങ്ങി വരാം. ഈ ക്ഷീണിക്കാൻ കാര്യം, നമ്മുടെ പോയിന്റ് മറക്കരുത്. ക്ഷീണിക്കാൻ കാര്യം ഭക്ഷണമില്ലാഞ്ഞിട്ടല്ല, അതിന് പല കാര്യമാണ്. അതിലൊരു കാര്യം, ഇവര് ഈ 106 സങ്കീർത്തനം 24 വായിച്ചു. ക്ഷീണിക്കാനുള്ളതിന്റെ ഒരു കാരണം അതായി ക്ഷീണിക്കാൻ ഒരു കാര്യം, ഇവർ മനോഹര ദേശത്തെ നിരസിച്ചു. കനാനിലേക്ക് പോകുന്നത്. കനാൻ എന്ന് പറഞ്ഞാൽ ഉലകത്തിലേക്ക് ഏറ്റവും നല്ല സ്ഥലമാണ്. ഇന്നലെ വായിച്ചല്ലോ 8:7 വായിച്ചേ. ആവർത്തനം. ഒത്തിരി വാക്യമുണ്ട്, ഇത് വായിച്ചാൽ മതി, നേരമില്ലാത്തതുകൊണ്ട്. അല്ലയോ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ, അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുള്ള ഉറവുകളും തടാകങ്ങളുമുള്ള ദേശം, ഗോതമ്പ്, യവം, മുന്തിരി, അത്തി, മാതളം, ഒലിവ്, തേൻ ഉള്ള ദേശം, സുഭിക്ഷമായിട്ട് ഉപജീവനം കഴിക്കാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ല് ഇരുമ്പായിരിക്കുന്നതും മലകളിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം, നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെ കുറിച്ച് നീ അവന് ഇതാ നല്ല ദേശമാണ്, നമ്പർ 1 സ്ഥലമാണ് കനാൻ ദേശം. പക്ഷെ
കനാനിലോട്ട് പോകാൻ ഇറങ്ങിയവർ ഇപ്പൊ 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 ഇവരുടെ രീതി എന്നാ? അവർ മനോഹര ദേശത്തെ നിരസിച്ചു. ഇവിടുത്തെ ചില പച്ചപ്പും തളിർപ്പും ഒക്കെ കണ്ടുകൊണ്ട് നല്ല ദേശത്തെ ഇവര് നിരസിച്ചു. ഇവര് പറഞ്ഞു ഞങ്ങൾ അക്കരയ്ക്ക് വരുന്നില്ലെന്ന്. വായിച്ചേ 32:1 സംഖ്യ 32:1. ആ എന്നാൽ രൂപേന്യർക്കും ഗാദ്യർക്കും എത്രയും വളരെ ആടുമാടുകൾ ഉണ്ടായിരുന്നു. അവർ യസേർ ദേശവും ഗിലിയാദ് ദേശവും ആടുമാടുകൾക്ക് ആരാധനയ്ക്ക് കൊള്ളാവുന്ന സ്ഥലമെന്നാണോ? പിന്നെ ആരാധനയ്ക്ക് കൊള്ളാവുന്ന സ്ഥലമെന്ന് കണ്ടിരുന്ന രക്ഷപ്പെട്ടേന്. ഇപ്പോഴത്തെ വിഷയം എന്നാ? ആടുമാട്. രൂപൻ മൂത്ത ചെറുക്കനാ. രൂപേനെ നീ എന്റെ ആദ്യ ജാതന് ശ്രേഷ്ഠതയുടെ വൈശിഷ്ട്യവും ബലത്തിന്റെ വൈശിഷ്ട്യവും ശക്തിയുടെയും വീര്യത്തിന്റെ ആദ്യ ഫലമാണ്. അവനായിപ്പം മുന്നിൽ നിന്ന് പറഞ്ഞ ഇത് അവിടെ ഒന്നും കൊള്ളുകയില്ല. ഇവിടെ ആടുമാടുകൾക്ക് ആ ആരാധനയ്ക്കെന്നല്ല, ഈ നല്ല കുഞ്ഞുങ്ങളെ നമ്മൾ പഠിക്കാൻ വിട്ടാൽ അവർ ബാംഗ്ലൂരോ കൊടൈക്കനാലോ ഊട്ടിയോ കോയമ്പത്തൂരോ ട്രിച്ചിയോ ഒക്കെ പോകുമല്ലോ. അവർ ചെന്ന ഉടനെ ആരാധനാ സ്ഥലം നോക്കും. നല്ല പിള്ളേരങ്ങനെ. കുണം പിടിക്കാത്ത പിള്ളേരിങ്ങനെ ഇവിടെ ബീച്ച് എവിടെയെങ്കിലും ഉണ്ടോന്ന് ആവില്ല. പിന്നെ ക്ലബ് ഇവിടെ അതിന് മറ്റേത് കിട്ടുന്ന സമയം ഗുണമുള്ള കുഞ്ഞുങ്ങൾ ആരാധനായുടെ അന്വേഷിച്ചു. ഇവര് ആരാധനയ്ക്ക് പറ്റിയ സ്ഥലമെന്നല്ല. പിന്നെയോ ആടുമാടുകൾക്ക് അടുത്തത് വന്ന് മോശയോടും പുരോഹിതനാകുന്ന എലയാസറിനോടും അടുത്തത് ആ 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 ഇത് ആടുമാടുകൾക്ക് കൊള്ളാകുന്ന പ്രദേശം. അടിയങ്ങൾക്കോ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം ഇറങ്ങിയ കാലമൊന്നും അല്ല, 40-40 കൊല്ലത്തോട് അടുക്കുന്നു. അന്നേരം ഇഷ്ടം പോലെ ആ പഴയ പരുവക്കേടെല്ലാം മാറി. പണ്ട് ചെറിയൊരു പെരയായിരുന്നു. ഏതാ? ആനവായം പെര. മണ്ണൊക്കെ ഇട്ട് നിലം തല്ലി കൊണ്ട് തല്ലി, അങ്ങനല്ലേ തല്ലി, ഈ തൈതല് അല്ലെങ്കിൽ മുള കീറി ചതച്ച ആ മേച്ചിപ്പുല്ല് ഇവിടെ ഉണ്ടോന്ന് അറിയത്തില്ല. ആ പുല്ലുമൊക്കെ കാപ്പിക്കമ്പൊക്കെ കുറുകെ വെച്ച്, വാതിലും അങ്ങനെ ഈട്ടിയും തേക്കുമൊന്നുമല്ല, ചെറ്റയാ. അങ്ങോട്ട് തട്ടി വെച്ച് ക്രോസ് ഒരു കമ്പ് വെക്കും. കാപ്പിക്കമ്പാണ് ചെറുത്, അല്ലെ കല്ലമുള. എല്ലാം മറന്നുപോയോ? ഓ, നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നതുപോലെ ഇരിക്കുന്നു. യോഗത്തിന് വേണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട്. പണ്ട് ഇതായിരുന്നു. ഇപ്പോഴല്ലേ ഫോറും പ്ലേറ്റും പാത്രവും ഒക്കെ വന്നതല്ലേ. പണ്ട് മംഗലമാ ഇല്ലേ? മംഗലവും ചട്ടിയൊക്കെയാ. ഇപ്പോഴും ഉണ്ട് ചിലയിടത്ത്. മംഗലമാണെങ്കിലും ഒത്തിരി ഒന്നുമില്ല, 2-3 കലമേ ഉള്ളു. അതൊന്ന് പൊട്ടിയും പോയി, കിഴിഞ്ഞപ്പോ തുണി അതിനകത്ത്. ഇല്ല നിങ്ങൾ നോർത്ത് ഇല്ലമ്മേ. ഒരു ചട്ടി കഴുകിയപ്പോ അതിന്റെ വാങ്കിച്ചിരി പൊട്ടി. വേറൊന്നും മേടിക്കാനില്ലാത്തതുകൊണ്ട് വങ്ക് പൊട്ടിയ കറച്ചിട്ടില്ല. പിന്നെ പണ്ട് കാലത്ത് അപ്പച്ചമ്പൊന്നും എല്ലാ വീട്ടിലും ഒന്നും ഇല്ല. അതിന് മുഴുത്ത കാലത്തിനകത്ത് തുണി കെട്ടും. അതിന് ഞങ്ങളുടെ അവിടെ വണ്ട് കെട്ടി പുടുങ്ങുകയെന്നാ പറഞ്ഞത്. ഇവിടെ എന്തുവാ പറയുന്നത്? ഓ, നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പച്ചമ്പ് പണ്ടേ ഉണ്ടായിരുന്നു. എന്നാ പിന്നെ ഉള്ളവരോട് പറഞ്ഞിട്ട് കാര്യം. പണ്ട് ഞങ്ങളുടെ ഒരു കൊച്ചമ്മയുടെ ആങ്ങളെയും പിള്ളേരും ഭാര്യയും എല്ലാം കൂടെ വന്നപ്പം ഭർത്താവ് പറഞ്ഞടി അവർക്ക് പുട്ടുണ്ടാക്കാൻ പറഞ്ഞു. പുള്ളി 1 കിലോ പൊടി മേടിച്ചു കൊടുത്തു. പുള്ളിക്കാരി നനച്ച് വെച്ച ഇച്ചിരി മണ്ടംബുദ്ധിക്കാരിയാ. എന്നാൽ നനച്ചപ്പോ ഇച്ചിരി മാറ്റി വെച്ചേച്ച് വേണ്ട നനയ്ക്കാൻ. മുഴുവൻ പൊടിയും കൂടെ കുടഞ്ഞിട്ടേച്ച് വെള്ളം എടുത്ത് വെച്ചപ്പോ ഇച്ചിരി കൂടിപ്പോയി. അതിനെ തല്ലിപ്പൊത്തിയിരിക്കുക. അപ്പം അച്ചായ മതി വെച്ചു. എല്ലാവരും അവന്റെ അച്ചായ വെള്ളം പോയി. ഇന്നത്തെ കാലയിലെ കാശൊന്നും കടം മേടിച്ചോണ്ടോ. എന്നൊരു കാര്യം ചെയ്യുന്നു, കൊഴുക്കട്ട പിടിക്കാൻ പറയും. പുള്ളി ഒരു നല്ല മനുഷ്യനായ പരിഹാരം. എന്നാൽ കൊഴുക്കട്ടയ്ക്ക് ഇച്ചിരി വെള്ളവും കൂടെ അത് പിന്നെയും കൂടിപ്പോയി. ഈ തള്ള അങ്ങനത്തെ ഒരു തള്ളയാ. ഇച്ചിരി കൂടെ കൂടിയപ്പോ പിന്നെയും പമ്മിയിരിക്കുക.
അപ്പൊ പുള്ളി വന്ന് ചോദിച്ചു എന്തോ അച്ഛനോട് എന്നൊരു കാര്യം ചെയ്യും. പുള്ളി മുറ്റത്ത് പോയി ഇല തീർത്തുകൊണ്ട് പറഞ്ഞ അട പരത്താൻ പറഞ്ഞു. അപ്പം അട പരത്തി ഇവർക്ക് ഇതൊന്നും അറിയത്തില്ല. ഈ വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ പിന്നെ അതങ്ങനെ നീണ്ട് ഈ ചങ്ങാരിശവും വന്ന് സങ്കടവും കൊണ്ട് എന്നാ ചെയ്യാനാ. അത് ചില പിള്ളേരും എല്ലാം തിന്നേലിരിക്കുന്നു. പുള്ളി പറഞ്ഞൊരു കാര്യം ചെയ്യാം, നീ ആ കലം അങ്ങോട്ട് അടുത്ത് വെച്ച് വെള്ളം വെച്ചിട്ട് ആ തുണി കലത്തിന്റെ മേളിൽ വെച്ച് വെച്ച് ഓരോന്ന് ഇങ്ങനെ അതിന് മണ്ട് കെട്ടി പുടുങ്ങാന്നാ പറഞ്ഞു. ആ എന്നാ അത് ചെയ്യാച്ച ഇത് പറഞ്ഞ് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. ഇത് പുത്തിന് തുടങ്ങിയതാ. അവസാനം പറഞ്ഞിട്ട് പുള്ളി അളിയനുമായിട്ട് ഒത്തിരി നാൾ കൂടിയിരുന്ന് കണ്ടത് ലോക്യം പറഞ്ഞു വർത്താനം. കുറഞ്ഞു കഴിച്ചാൽ അനക്കമില്ല. പുള്ളിക്കാരൻ വന്നപ്പോ ഇങ്ങനെ അവർക്ക് എന്നാ വെച്ചത് ആവി വരുന്നില്ല. പുള്ളി അത് തുണി എടുത്തത് മാറ്റിയപ്പോ ഇത് മുഴുവൻ അഴിഞ്ഞ് ഇതിനകത്ത് വീണ്. ഈ കെട്ടിയത് മുറുകയല്ല കെട്ടിയത്, വെയിറ്റ് ചെന്നപ്പോ ഇതെല്ലാം കൂടെ പുള്ളി പിന്നെ ആ തുണി ഇങ്ങനെ എടുത്തപ്പം പായസ പരുവത്തിന് എന്നാ കറിയൊക്കെ വീട്ടിൽ വന്നാൽ എന്നാ ചെയ്യാനാ, സഹിക്കുകയല്ലാതെ കൂട്ടുണ്ടാക്കില്ലെന്ന് പറഞ്ഞ് കൊങ്ങാക്കി പിടിക്കാൻ പറ്റുമോ? പിന്നെ അത് കുറുക്ക് പോലെ തന്നാ സ്പൂണ് കൊണ്ട് കോരി കുടിക്കുകയല്ലാതെ വേറെ എന്നാ ചെയ്യാനാ. അപ്പം പണ്ട് കാലത്ത് ഇങ്ങനെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള വീടുകളാണ്. എല്ലാ വീട്ടിലും ഒന്നും അപ്പച്ചൻ പൊന്നും ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. അപ്പുറത്തെ വീട്ടിലൊക്കെ പിന്നെ മേടിച്ചു കൊണ്ടുണ്ട് ഉണ്ട്. ഇത് പറയാൻ തന്നെ ആണക്കേട്. അമ്മാമ ആ അപ്പച്ചൻ തിന്നരുത് എന്തിനാ, ഇഡലി ഒന്നും നമുക്കില്ല. പിന്നെ അവര് പറയാം ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചോണ്ടിരിക്കരുത്, പെട്ടെന്ന് പാത്രം. ആ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഒരു സഹകരണം ഉണ്ടായിരുന്നു അന്ന് കേട്ടോ. ഇച്ചിരി കടുകിന് അപ്പുറത്തെ വീട്ടിൽ വിടുക, അപ്പുറം ചെന്ന് 2 മുളക് മേടിച്ചോണ്ട് പോവാം. അന്നേരം പറയാം അമ്മാമ അമ്മ പറഞ്ഞു എത്ര മുളക് വേണം? ആ 7 എണ്ണം എന്താ ഉണ്ട്, എണ്ണി 7 എണ്ണം. നമ്മൾ മേടിക്കുമ്പോ തിരിച്ച് നിങ്ങൾ അങ്ങനെ ഒന്നും മേടിച്ചിട്ടില്ലേ? ഏഹ് അഹങ്കാരത്തിന് ഇതുവരെ ഒരു കുറവ് വന്നിട്ടില്ല. അതൊക്കെ പറയാൻ അങ്ങ് നാണക്കേടാ. ഇപ്പൊ ഇച്ചിരി പപ്പം തൂവലും വെച്ചതിന്റെയാ. ആ ഇപ്പൊ ഇച്ചിരി പൊടി വെച്ചതിന്റെ ഇളക്കമായി, എനിക്കതൊക്കെ അറിയാം കാണുമ്പം. ഉം. പഴയതൊന്നും മറക്കരുത് കേട്ടോ. ആ ഞാനിപ്പോഴും പഴയ കാര്യമൊക്കെ പറയും. പഴയതൊക്കെ ഞാൻ ഇടയ്ക്ക് അവസരം കിട്ടുമ്പോൾ പറയുകയോ ഓർക്കുകയും ഒക്കെ ചെയ്യും. അമേരിക്ക ചെന്നപ്പോൾ ഒരുത്തൻ പറഞ്ഞു എന്റെ അപ്പന്റെ കാര്യം പറഞ്ഞു, കള്ള് ജോലിയാ, വളരെ കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തി എന്നൊക്കെ ഞാൻ സാക്ഷ്യം പറഞ്ഞപ്പോ ഒരുത്തൻ പറഞ്ഞു കുഞ്ഞി ആരൊന്നും പറയണ്ടേ. ഞാൻ പറഞ്ഞു പിന്നെ എന്റെ തന്തയുടെ കാര്യം നീ പറയുമോ എന്ന് ചോദിച്ചു. നീ പറയുമോ, നിനക്ക് വല്ലതും അറിയാമോ, നീ നിന്റെ തന്തയുടെ കാര്യം പറയടാന്ന് പറഞ്ഞു. എടാ എന്നെ കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തി എന്റെ അപ്പന്റെ കാര്യം പറയണ്ട. കള്ളശാപ്പ് പറഞ്ഞു ക്ഷീണമാണ്, ആർക്ക് ക്ഷീണം? അങ്ങേര് കഷ്ടപ്പെട്ട് ആ ജോലി ചെയ്ത ആളെ 4 പേരെ ഇപ്പോഴല്ലേ നമുക്ക് ഇച്ചിരി പപ്പും തൂവലും ഒക്കെ വെച്ച്. ഒന്നും മറക്കരുത്, പഴയതൊന്നും മറക്കരുതെന്ന്. അതൊക്കെ ഓർത്തേച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ആ അനുഭവത്തിൽ നിന്ന് ദൈവം എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നു. പണ്ട് വിരുന്നുകാർ വീട്ടിൽ വന്നാൽ കിടക്കാൻ ബെഡ്റൂം ഒന്നും ഇപ്പൊ താണ്ട ഞങ്ങൾ വിശ്രമിക്കുന്ന എത്ര എനിക്കൊന്ന് 4 5 മുറി ഉണ്ടെന്നോ നെല്ലി വെച്ചാ ചോദിച്ചാ 5 എനിക്ക് തോന്നി. ഞാൻ കയറിയില്ലെങ്കിലും ലക്ഷം കാണുമ്പോ എനിക്കറിയാം. പിന്നെ സ്തോത്രം, മേള് 2 താഴെ 3 ആണെന്ന് തോന്നില്ലയോ. ആ ഞാൻ താമസിച്ച മുറിയിലേ ഇരുന്നുള്ളൂ, അങ്ങോട്ടൊന്നും വന്നില്ല. എന്നാലും നേരത്തെ 5 ബെഡ്റൂം ഉണ്ടായിരുന്നോ? ആ എത്രയാണെന്നൊന്നും പറയണ്ട, ഇതൊക്കെ ദൈവം ചെയ്യുന്നതാണ്. സ്തോത്രം. ഇതൊന്നും മറക്കരുത്, ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. പണ്ട് അതിഥികളൊക്കെ വീട്ടിൽ വന്നാൽ എല്ലാവർക്കും തലയണ കൊടുക്കാൻ പോലും ഇല്ല ഇല്ല. ബെഡ്ഷീറ്റ് കൊടുക്കാനുണ്ടോ? ബെഡ്ഷീറ്റൊക്കെ ഈ അടുത്ത സമയത്തല്ലേ കാണാൻ തുടങ്ങിയത്. മിക്കവാറും കുടുത്ത മുണ്ടൊക്കെ തന്നെ ഉടനെ ഞങ്ങളുടെ അവിടെയൊക്കെ ആണെ പഴപ്പായ കിടന്നേറ്റ് ഒരു കറക്കം, അന്നേരം നല്ല ചൂടുവാ. ഇതൊക്കെ മറക്കരുത്, ഇതൊന്നും മറക്കരുത്. വീട്ടിലെ അതിഥികൾ 5 8 10 പേര് വന്നാൽ എല്ലാവർക്കും കൊടുക്കാൻ പ്ലേറ്റ് ഇല്ല.
പണ്ട് ഇല്ല. ഇപ്പം അവിടെ എല്ലാം അടുക്കി വെച്ചിരിക്കുക. ഇല്ലേ? നല്ലതാ. അന്ന് അതിഥികൾ വരുമ്പോ പ്ലേറ്റ് കൊടുക്കാൻ തന്നെ വാഴയില വെട്ടിയാ. ഇപ്പൊ വാഴയില കഴിക്കുന്നത് സ്റ്റാൻഡേർഡാ. ഒരു അല്ലേ പറഞ്ഞ വാഴയിലിൽ ഊണ്. വാഴയിലയിൽ ഇവിടെ ഊണെന്നില്ല, ഊൺ. എന്റെ കണ്ണൂരൊക്കെ അങ്ങനെ ഊൺ. ആ, വീട്ടിൽ ഊൺ. പണ്ട് വാഴയില വെട്ടുന്നത് പ്ലേറ്റ് ഇല്ലാഞ്ഞിട്ടാ. ഒരു 25 പ്ലേറ്റ് എങ്കിലും കാണുകയല്ലേ. വൈകിട്ട് പോയി എണ്ണി വെച്ച് നാളെ എന്നോട് പറയണം. ഒരു ചെറിയ ഡൗട്ട് വരുന്നു. പണ്ട് 10 പേര് ഒന്നിച്ച് വന്ന കൊടുക്കാൻ കപ്പും ഒന്നുമില്ല. നിങ്ങളെ കൊച്ചാക്കി പറഞ്ഞതല്ല. അവിടെ നിന്നെല്ലാം ദൈവം നമ്മെ ഇതുവരെ കൊണ്ടുവന്നു. നല്ല ഷർട്ട് ഇടാൻ കൊതിച്ചിട്ടില്ലേ? ഉണ്ട്. ഞാൻ എപ്പോഴും പറയാം, 3-4 ചേട്ടാനിയന്മാരുള്ള വീട്ടിൽ ചേട്ടൻ ഷർട്ട് തേച്ചിട്ട് കുളിക്കാൻ പോകുമ്പോൾ അത് ഇട്ടോണ്ട് അനിയൻ അവൻ കുളിച്ചു വെച്ചോ എന്തി അമ്മ എന്റെ ഷർട്ട്. എന്നിട്ട് ഞാനാണോ ഷർട്ട് ഇടുന്നത്? ഞാനിപ്പോ ഇവിടെ തേച്ചിട്ട് എന്നാ അവനെ ജോയിക്കുട്ടി ഇട്ടോണ്ട് പോയി. അവന് ക്ഷമി. പിന്നെ ചിലപ്പോ ചവിണ്ടതോ പഴയതോ ഇട്ടോണ്ടാ നമ്മള്. ഇല്ലേ? ഇപ്പോഴോ ജോയിക്കുട്ടി വന്ന് ഇങ്ങനെ തട്ടി നോക്കുക ഏത് ഇടണം. ഉള്ള ഹാങ്കറിലെല്ലാം ഇങ്ങനെ. ഇല്ലേ? പറ, സത്യം പറ. പണ്ടൊരു ചെരുപ്പുണ്ടായിരുന്നു. കൊള്ളാം, സ്കൂളിൽ പോയി നടന്ന് കാലെ കല്ല് കാച്ചി അവസാനം ഇങ്ങനെ വീട്ടോട്ട് വന്ന് എന്നാടാ കല്ല് കാച്ചി നോക്കിയ കാരണം നടരാജൻ നിൽക്കും പോലെ ഇരിക്കുക. ഒന്ന് തൊണ്ട് ചൂടാക്കി എണ്ണ തൂത്തല്ലേ തിരിതല്ലും. ഇല്ലേ? ആ ഇപ്പൊ എത്ര ജോഡി ചെരുപ്പും ഷൂ ഉണ്ട് പറ. അകത്തിടാനൊന്ന്, ബാത്റൂമിലിടാനൊന്ന്, അടുക്കളയിലിടാനൊന്ന്, മുറിക്കകത്തിടാനൊന്ന്, വെളിയിലിടാനൊന്ന്, പറമ്പിൽ പോകാൻ അതിന് വേറൊന്ന്, കല്യാണത്തിന് പോകാൻ വേറൊന്ന്, സഭയിൽ വരാൻ എത്ര എണ്ണം ഉണ്ട്. കടയിൽ പോലും ഇത്രയും കാണുമോ? ജയലളിതയ്ക്ക് 650 ജോഡിയാണെന്നാ പേപ്പറിൽ കണ്ടത്. 650 ആയിട്ടില്ലേ? ആ ജയലളിതനെയും കടത്തി വെട്ടുന്ന ആൾക്കാർ ഇതിനകത്ത്. തമാശ പറഞ്ഞതല്ല. ഒരു നല്ല വസ്ത്രം ധരിക്കാൻ കൊതിച്ചിട്ടില്ലേ? ഉണ്ട്. സ്കൂളിൽ പോയപ്പോ ഫീസ് കൊടുക്കാതെ വെളിയിൽ ഇറക്കി നിർത്തിയിട്ടില്ലേ? 5-8-10 പിള്ളേരുള്ള വീട്ടിൽ മൂത്തവര് പഠിത്തം നിർത്തി. അതിനാ അപ്പന്റെ കൂടെ ജോലി ചെയ്യാൻ, ഇളയത്തുങ്ങളെ പഠിപ്പിക്കാൻ. എനിക്കറിയാം ഒത്തിരി പേരെ പഠിക്കാൻ മിടുക്കരാ, കഴിവുണ്ട്, താല്പര്യമുണ്ട്, പക്ഷെ സാഹചര്യം അനുവദിച്ചില്ല ഇളയത്തുങ്ങളെ രക്ഷപ്പെടുത്താൻ. ഇതൊക്കെ മറന്നു പോകരുത്. ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇതെല്ലാം ഈ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം. പണ്ട് നിങ്ങളുടെ രീതി അറിയത്തില്ല. പണ്ട് ഒരു ഇറച്ചി കോഴിക്കറി കഴിക്കണ വല്ല വീട്ടിൽ വിരുന്നുകാര് അമ്മയുടെ അനിയത്ത് വന്ന് അപ്പന്റെ മകള് വന്നൊന്നും കണ്ടിട്ടില്ല. അത് വേറെ കേൾക്കാം. ചമ്മന്തി അരച്ച് കൊടുക്കാൻ പറയും. അമ്മയുടെ അനിയത്തിയോ എടുത്തിയോ അവരുടെ അമ്മ വീട്ടിൽ നിന്ന് എന്റെ അനിയത്തിയും പിള്ളേരും നമ്മളോട് പറയും കോഴിയെ. നമുക്കും കൊച്ചമ്മ വരണേ എന്നുള്ള പ്രാർത്ഥനയാണ്. പലപ്പോഴും ഒരു കോഴിക്കറി. പിന്നെ കോഴിയുടെ പുറകെ ഓടി മെനക്കെട്ട ഓടിച്ചിട്ട് കോഴിയും തല്ലി ഓടുക. നമ്മള് പുറകെ ഓടി എന്നാലും കോഴിയെ പിടിച്ചിട്ട് ഓടിച്ച് കോഴിക്കെറിഞ്ഞ് കാട്ടക്കെറിഞ്ഞ് അവസാനം കോഴി തളർന്ന്, നമ്മളും തളർന്നെങ്കിലും കറി കൂട്ടാനുള്ള ആഗ്രഹത്തിൽ കോഴി അവസാനം ഇങ്ങനെ വന്ന് ആ കോഴിയെ പിടിച്ചോണ്ടുള്ള വരവൊക്കെ കാണാണ്ട് രാജ്യം വെട്ടി പിടിച്ചാരി പുറത്തിട്ടിൽ വരവേ വന്ന്. അപ്പൊ അമ്മ വെള്ളം, പഴയ രീതിയാ കേട്ടോ, അമ്മ വെള്ളം തിളപ്പിച്ചിട്ട് കോഴി അതിനകത്ത് മുക്കി അതിന്റെ പപ്പും തൂവലും എല്ലാം നമ്മളൂടെ കൂടി എല്ലാം കളഞ്ഞ് അത് കഷണിച്ച്. അപ്പം കോഴി കറി വെക്കുമ്പോഴേ അമ്മ പച്ചമല്ലി വെള്ളത്തിലിടും നേരത്തെ, അരഞ്ഞു കിട്ടണ്ടേ. അപ്പൊ അത് കഷണിച്ച് വന്നവരും നമ്മളും എല്ലാം ആകെ ഒരു കോഴിയാ. എല്ലാവർക്കും യഥേഷ്ടം കൂട്ടാനൊന്നും ഇല്ല. അതുകൊണ്ട് അമ്മമാര് നല്ല മറ്റേ കൂട്ടുണ്ടാക്കിയ തള്ളയെ പോലല്ല, നല്ല വിവേകമുള്ള അമ്മമാരുണ്ട്. അപ്പം അമ്മ ഇത് എല്ലാവർക്കും ആകണ്ടേ, അതിന് കിഴങ്ങൂടെ ചേർക്കും. കിഴങ്ങ് വലിയ കിഴങ്ങാണ് 4ആയിട്ട് പൊളന്ന് അതിനകത്ത് പച്ചമല്ലിയൊക്കെ കല്ലേ വെച്ച് എന്തോ ടേസ്റ്റും മണമാണെന്നറിയാം. അപ്പം അന്നൊക്കെ ഈ പീലീസിലാകുന്നത്. പീലീസ് എന്നാ ഞങ്ങളുടെ അവിടെ പറഞ്ഞു, ഇവിടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. കറി തരാനുള്ളതേ. അപ്പം ഒരു കഷണവും ഒരു 2 കിഴങ്ങിന്റെ കഷണവും ഗ്രേവിച്ച് ചാറും കൂടെ ആയി തരുന്നത് എല്ലാവർക്കും ഒക്കെ അങ്ങനെ. അപ്പം
നമ്മൾ ആമ്പിള്ളേരാകുമ്പോ ഈ അമ്മമാർക്ക് ആമ്പിള്ളേരോട് ഒരു ചെറിയ മമതയുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ദീർഘൃത്യമല്ല. പെൺപിള്ളേരെ കല്യാണം കഴിച്ച് വിടുക, ആമ്പിള്ളേരാണല്ലോ, അങ്ങനെ ഒരു ധാരണയുണ്ട്. എനിക്കതിനോട് താല്പര്യമില്ല. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. കാരണം എല്ലാവർക്കും ഒരുപോലെ ആയിരുന്നു. അപ്പം എന്തായാലും ആട്ടെ. അപ്പൊ നമ്മുടെ ആ ഇരിപ്പും കറി കൂട്ടി തീർന്നിട്ടും ഇരിക്കുമ്പോ അമ്മയുടെ വീതമായിരിക്കും ഒരു ചെറിയ കഷണം, അമ്മയുടെതാ, അത് നമുക്ക് കഴിയും. എന്നാലും നമുക്കൊന്നും ആകില്ല. പിന്നെ സാഹചര്യം അതാ അന്ന്, ഇല്ലേ? ഇപ്പോഴോ ഈ പിള്ളേർക്കൊക്കെ ഒരു കഷണമാണോ കൊടുത്താലേക്കുമോ? അങ്ങനെ കൊടുക്കുമോ നിങ്ങൾ പറ? പക്ഷെ ഇത് കൊടുത്താൽ ഇപ്പൊ പിള്ളേർക്ക് ഇതൊന്നും എന്തുവാ ചോറ് കഴിക്കാം, എന്തുവാ കറി, ചിക്കനാ. ഞാനാന്നെ കുത്തിക്കയറ്റും മാരിക്കാത്ത കൈയിടാന്ന് പറയുന്നതിന് ഞാൻ ചില അമ്മമാര് വലിയ ക്രെഡിറ്റ്. അമ്മമ്മ എല്ലാ പിള്ളേരെയും പോലല്ല മോള്. അതിനെ അവൾ ഈ മറ്റേ ചിക്കൻ അവക്ക് ഈ കിങ് ഫിഷ് എന്തോ പറയുന്നത്, നെന്മീൻ അല്ലേ? അവള് നെന്മീനെ യൂസ്, പിന്നെ ഉണക്കക്കുറിച്ച് ചുട്ടി അമ്മന്തി ഇടിച്ച് പൊതിയലക്കകത്ത് വെച്ച് സ്കൂളിൽ കൊണ്ടുപോയവളാ. ഉണക്കക്കുറിച്ചി മുള്ളൻ, കുട്ടൻ എന്ന് പറയുന്നൊരു മീൻ കേട്ടിട്ടുണ്ടോ? കുട്ടൻ. കുട്ടൻ ഇരിക്കട്ടെ. പറക്കാൻ എണ്ണയിലാണ്ട് അടുപ്പിലിട്ട് ചുട്ട് ആ ഏരിയ മുഴുവൻ മണമായിരുന്നു. വീട്ടിൽ മീൻ ചുട്ടത് നാട്ടുകാർ മുഴുവൻ. അത് എണ്ണയില്ലാഞ്ഞിട്ട് കൊച്ചുള്ളിയും അല്ലെ മുളക് കൂടെ കല്ലേ വെച്ച് ഇടിച്ച്, വേറൊന്നും ഇല്ല, അത് പൊതിക്കകത്ത് വെച്ച് കൊണ്ടുപോയി പഠിച്ച് ഇച്ചിരി കാശുമൊക്കെ ആയി കഴിയുമ്പോ ഇപ്പൊ അവക്ക് കിങ് ഫിഷ്. എനിക്ക് ഈ അഹങ്കാര വർത്താനം എല്ലാം കേൾക്കുമ്പോ എനിക്ക് അസ്വസ്ഥത ഉണ്ടാകും. ഞാൻ വല്ലതും പറയും. അതുകൊണ്ട് എന്നെ എല്ലാവർക്കും വലിയ തൃപ്തിയല്ല. നടത്തിയ വിധം ഒന്നും മറക്കരുത്, സൂക്ഷിച്ച വിധം ഒന്നും മറക്കരുത്. ഓർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ബാക്കി ഭാഗം നാളെ നമുക്ക് ചിന്തിക്കാം. ദൈവത്തിന് മഹത്വം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ആമേൻ, സ്തോത്രം. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവൻ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. സകല ജഡത്തിനും ആഹാരം നൽകുന്നവൻ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുവീ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവം നടത്തിയ വിധങ്ങളെല്ലാം ഓർത്തൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഭദ്രമായി ദൈവം പരിപാലിച്ചല്ലോ, സൂക്ഷിച്ചല്ലോ, നടത്തിയല്ലോ. അവിടുത്തെ കൃപ ദൈവം നമുക്ക് തന്നല്ലോ. അല്പസമയം സ്തോത്രം ചെയ്യാൻ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, 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 മഹത്വം. എഴുന്നേറ്റ് നിന്ന് 2 ശീല് പാട്ട് പാടി കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. താഴ്ചയിൽ നമ്മെ ഓർത്തവനെ കാത്തവൻ, അമ്മ താഴ്ചയിൽ നമ്മെ കൈയടിച്ച് ആമേ കാഴ്ചയാലല്ല സതാലേ വാഴ്ചയേകി നിത്യം ചേർത്തവൻ, ആമേ കാഴ്ച അസതാലേ വാഴ്ചയേകി നിത്യം ചേർത്തവൻ, ആമേ സ്തോത്ര ഗീതം പാടുക. കൈയടിച്ചു ചേർന്ന് ആമേ സ്തോത്ര ഗീതം പാടുക. കൈയടിച്ചു ചേർന്ന് ഇടുന്നീ ചെയ്യ ആമേ ശത്രുവീതല ആമേ മാത്രയിൽ ജയം, ആമേ ശത്രുവീതല മാത്രയിൽ ജയം, ആമേ ശത്രു മുൻപാകെ ജയോരു ഗോമിത്രന ശുഭസ്തുതിമാന, ആമേ ശത്രു മുൻപാകെ ജയോരു ഗോമിത്രന ശുഭസ്തുതിമാന, ആമേ സ്തോത്ര ഗീതം പാടുക. ദുരബല പടബല ഭിരിഭിരി ജയമായ ആമേ സ്തോത്ര ഗീതം പാടുക. മനമേ ആമേ കർത്തൻ ജയം. കഷ്ടമോ മകജാതനെ ഓനയുമുള്ള
ഭൂമിയിലെ ആമേൻ മകജാസനയോ ആമേൻ ഇന്നയോമുള്ള ദീനഭൂമി ഓ ഉള്ളങ്കാലോ സഹോദരർ വണ്ണൂര യുഗിലെന്നുമായി അവൻ ഉള്ളങ്കാലോ സഹോദരർ വണ്ണൂര യുഗിലെന്നുമായി അവൻ സ്തോത്ര ഗീതം പാടുക. കൈയടിച്ചു ചേർന്ന് ആമേ സ്തോത്ര ഗീതം പാടുക. മനമേ ആമേ കത്തങ്കയ ജയ ആമേ പാറയിൽ നിന്നു ആമേ ജീവനീരിൽ നിന്നു നീ ആമേ പാറയിൽ നിന്നു മൂടാറമനമ ദുരബല വടബല വടബല വിധി നീ മൂടി ആമേ മാരുവു പ്രയാണ ഉമ്മാരേയോ മറക്കോ മാറു നമ്മെ തീരകാടി നമ്മെ മാരുവു പ്രയാണ ഉമ്മാരേയോ മറക്കോ മാറു നമ്മെ തീരകാടി ആമേ സ്തോത്ര ഗീതം പാടുക. മനമേ ആമേ കർത്തന്റെ ആമേ സ്തോത്ര ഗീതം പാടുക. മന രമനവ ദുരബല മടബല മടബല ഇലോ ആമേ മാനരിൽ മാനവ ോടെ എന്നുമാവ നമ്മെ ആമേ മാനരിൽ മാനവ ോടെ എന്നുമാവ നമ്മെ ആമേ സ്തോത്ര ഗീതം പാടും. ഓ കർത്തന്റെ നല്ലീടം സ്തോത്ര ഗീതം പാടുക. മനമേ ആമേ കർത്തന്റെ ഇടം നീ ജയ അവനാശിച്ചാദേശക ആമേ ക്ലേശമകിലവ യുഗയാൽ അവനാശിച്ചാദേശക ഓ ക്ലേശ അവരെ യുവനാവ എത്തിടൊന്ന് അവേ ജോബിതമാണവാറ്റിയ ഓ യേശുമനാണ് ആമേ സ്തോത്രം മൂടാരമനമ ദുരബല വടബല വടബല വിരബല വിരബല വടബല വൈഡല ഗമനമ ദുരബല വടബല വടബല ഉദരാ ജലയാ രഗതല വടബല വൈഡല ഓടി ബല വടബ ദുരിബിരി വിഗമന വടബല വിരിബിരി വിഗമന ധാരാ ധാല 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 ഓ റിബികമന വടബല ദിരിബികമന വടബല അങ്കൽ കൈടമാനമാ ദൂരപക്ഷ സൈതൽ ഓ റിബികമന വടബല ദിരിബികമന വടബല വട ധീരാ ജലതല വടബല വിരിബിരി വിഗമന വടബല ഓ നിഗമന വടബല വടബല ദിരിബികമന വടബല അന്തരാ ജാതല റൂദൽ കമന വടബല വടബല വിരി വിരികമന വടബല ദിരിബികമന വട ഉടമന വിരിബികമന വടബല ദിരിബികമന കരമുയർത്തി ഹല്ലേലൂയ പാടാം.